ലൈഫ് ഈസ് ഫീൽഡ് വിത്ത് ഇവൻറ്റ്സ് ഓഫ് ഹാപ്പിനെസ്. അപ്പോൾ അപ്രതീക്ഷിതമായൊരു ഭൂമികുലുക്കം ഉണ്ടായാലോ? അതും ഒന്നിനു പിന്നാലെ ഒന്നായി. നമുക്ക് സർവൈവ് ചെയ്തേ മതിയാകൂ. സാൻ ആൻഡ്രിയാസ് ഒരു മികച്ച സർവൈവ് അഡ്വഞ്ചർ ത്രില്ലർ. സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു ദിവസം ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളുടെയും അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളുടെയും കഥയാണിത്. സോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എക്സൈറ്റിംഗ് എപ്പിസോഡ് ഓഫ് ഫാസ്റ്റ് കട്ട്സ്. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗോ ഇൻ ടു ദ ഫിലിം. ലോസ് ആഞ്ചൽസിൽ നിന്നും 16 മൈൽ വടക്കുള്ള സാൻ ഫെർണാഡോ വില്ലയുടെ മനോഹരമായൊരു ലോങ് ഷോട്ടിലാണ് സിനിമ ആരംഭിക്കുന്നത്. ആ താഴ്വരയിലൂടെ നീങ്ങുന്നൊരു കാർ, അതിനുള്ളിൽ ഒരു പെൺകുട്ടി പാട്ട് കേട്ട് ആസ്വദിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അവൾ പോയിക്കൊണ്ടിരുന്ന താഴ്വാരത്തിൻ്റെ സൈഡിലുള്ള മല ഇടിയുന്നു. അത് അവളുടെ കാറിന് മേൽ വന്ന് പതിക്കുന്നു. നിയന്ത്രണം വിട്ട് കാർ കൊക്കയിലേക്ക് വീഴുന്നു. കാർ നിലത്ത് വീഴുന്നതിനിടയിൽ അവൾ നിലവിളിക്കുന്നു. താഴേക്ക് പതിക്കുന്ന കാർ ഒരു മരത്തിൽ തട്ടി നിന്നു. അവൾ അതിനുള്ളിൽ കിടന്ന് സഹായത്തിനായി നിലവിളിച്ചു. ഉടനെ മുകളിലൂടെ ഒരു റെസ്ക്യൂ ഹെലികോപ്റ്റർ വരുന്നു. അതിനുള്ളിൽ ഒരു ഇൻ്റർവ്യൂ കൂടി നടന്നിരുന്നു. അവർ ആ റെസ്ക്യൂ ടീം അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ മിഷനുകളെക്കുറിച്ച് ചോദിക്കുന്നു. ഇൻ്റർവ്യൂ എടുക്കുന്ന ജേർണലിസ്റ്റ് അഫ്ഗാനിസ്ഥാനിലും ഇവിടെയുമുള്ള റെസ്ക്യൂ തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ വെടികൊള്ളില്ല എന്നാണ് വ്യത്യാസമെന്ന് അതിലൊരാൾ തമാശ രൂപേണ പറയുന്നുണ്ട്. ജേർണലിസ്റ്റ് പിന്നെ നേരെ അവരുടെ ചീഫിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിങ്ങൾ 600-ലധികം റെസ്ക്യൂ നടത്തിയെന്നാണല്ലോ കണക്കുകൾ പറയുന്നത്, അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? അതെൻ്റെ ജോലിയാണെന്ന് ചീഫ് മറുപടി കൊടുക്കുന്നു. അദ്ദേഹമാണ് ഈ സിനിമയിലെ നായകൻ, പേര് റായ്. അവർ ദൂരെ കുടുങ്ങിക്കിടക്കുന്ന കാർ കാണുന്നു. ചീഫ് ഹെലികോപ്റ്റർ അവിടേക്ക് അടുപ്പിക്കുന്നു. കുടുങ്ങിക്കിടക്കുന്ന പെൺകുട്ടിയുടെ പേരെന്താണെന്ന് റേയുടെ കൂടെയുള്ള പൈലറ്റിനോട് ചോദിക്കുന്നു. നദാലി എന്നാണ് പേരെന്ന് അയാൾ പറയുന്നു. എന്നിട്ട് റേ നദാലിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ തീരെ സുഖകരമായി തോന്നുന്നില്ലെന്ന് നദാലി പറയുന്നു. പേടിക്കേണ്ട, ഞങ്ങൾ വരികയാണെന്ന് നിങ്ങളെ രക്ഷിക്കാമെന്നും റേ അവളോട് പറയുന്നു. പെട്ടെന്ന് കാർ ഒന്ന് താഴേക്ക് സ്ലൈഡ് ആവുന്നു. അപ്പോൾ നദാലി ഉറക്കെ നിലവിളിക്കുന്നു. 2 മലകൾക്കിടയിലുള്ള ഒരു വിടവിലാണ് കാർ കുടുങ്ങിയിരിക്കുന്നത്. എങ്ങനെ നമ്മൾ അതിനടുത്ത് എത്തുമെന്ന് സഹ പൈലറ്റ് റേയോട് ചോദിക്കുന്നു. നമുക്ക് ടിപ്പ് ദ ഹാറ്റ് ചെയ്യാമെന്ന് റേ മറുപടി കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ ഹെലികോപ്റ്റർ ചെരിച്ചുകൊണ്ട് ലാൻഡ് ചെയ്യുന്നതാണ്. കൂടിയുള്ള ജേർണലിസ്റ്റിനോട് മുറുകെ പിടിച്ചിരിക്കാൻ അവർ ആവശ്യപ്പെടുന്നു. അവർ ചെരിച്ചുകൊണ്ട് കോപ്റ്റർ മലയിടുക്കിലേക്ക് ഇറക്കുന്നു. എന്നിട്ട് കൂട്ടത്തിലെ ജോബി എന്ന ടീം അംഗത്തിനോട് താഴേക്ക് ഇറങ്ങാൻ പറയുന്നു. അയാൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ജോബി താങ്കൾക്ക് 5 മിനിറ്റ് ഉണ്ടെന്ന് റേ പറയുന്നു. അതെന്താണ് 5 മിനിറ്റ് എന്ന് സെറീന ചോദിക്കുന്നു. അത് എൻജിൻ ഫെയിൽ ആയതാണെന്ന് ജോബി മറുപടി പറയുന്നു. ജോബി നേരെ താഴേക്ക് തൂങ്ങിയിറങ്ങുന്നു. കാറിൻ്റെ അടുത്തെത്തുന്നു. അപ്പോൾ കാർ വീണ്ടും സ്ലൈഡ് ചെയ്യുന്നു. ജോബി നദാലിയോട് തനിക്ക് കാർ എത്രയും പെട്ടെന്ന് സ്റ്റെബിലൈസ് ആക്കണമെന്ന് പറഞ്ഞ് താഴേക്ക് പോയി കാർ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ കാർ പെട്ടെന്ന് സ്ലൈഡ് ചെയ്ത് ജോബിയുടെ കയ്യിലിടിക്കുന്നു. ജോബിയുടെ കൈ കുടുങ്ങുന്നു. അപ്പോൾ ഹെലികോപ്റ്ററിലെ റേ എന്ത് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ജോബി കുടുങ്ങിപ്പോയെന്ന് കൂടെയുള്ള ആൾ പറയുന്നു. റേ ഒന്ന് ആലോചിച്ചതിന് ശേഷം ജോബി ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുന്നു. ഇതെല്ലാം ജേർണലിസ്റ്റും ക്യാമറാമാനും കവർ ചെയ്യുന്നുണ്ടായിരുന്നു. റോപ്പെല്ലാം കിട്ടിയ ശേഷം റേയുടെ കൂടെ ഉണ്ടായിരുന്ന പൈലറ്റിനോട് കട്ട് ചെയ്യാൻ റെഡിയായിരുന്നു എന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങുന്നു റേ. നദാലിയുടെ അടുത്തെത്തി അവളെ ആശ്വസിപ്പിക്കുന്നു. നിന്നെ ഞാൻ പുറത്തിറക്കാമെന്ന് പറയുന്നു. അതേസമയം കോപ്റ്ററിൻ്റെ ഒരു ഭാഗത്ത് തീ പിടിക്കുന്നു. നമ്മളിപ്പോൾ ക്രാഷ് ആകുമെന്ന് പൈലറ്റ് റേയോട് പറയുന്നു. റേ കാറിൻ്റെ ഡോർ വലിച്ചു പറിച്ച് നദാലിയെ പുറത്തെടുത്ത് കാർ ലോക്ക് ചെയ്തിരിക്കുന്ന റോപ്പ് കട്ട് ചെയ്യാൻ പറയുന്നു. ജോബി തൂങ്ങി അടിക്കട എന്നും പറഞ്ഞ് റോപ്പ് കട്ട് ചെയ്യുന്നു. കാർ നേരെ താഴേക്ക് പോകുന്നു. ജോബിയും സേഫ്, നദാലിയും സേഫ്. തന്നെ കെട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന അവളോട് റേ വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നു. അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് അത് നല്ലൊരു ഐഡിയ ആണെന്ന് പറയുന്നു. ദ മിഷൻ ഈസ് ഓവർ. അടുത്ത സീനിൽ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ് കാണിക്കുന്നത്. അവിടെ ലോറൻസ് എന്ന പേരുള്ള ഒരു പ്രൊഫസർ ഭൂമികുലുക്കങ്ങളെ പറ്റി സംസാരിക്കുകയാണ്. അതിൽ ജപ്പാനിലുണ്ടായ ഭൂകമ്പത്തെക്കുറിച്ചും അത് കോടിക്കണക്കിന് ഭൂകമ്പങ്ങളിൽ ഒന്നാണെന്നും അദ്ദേഹം പറയുന്നു. ഏറ്റവും വലിയ ഭൂകമ്പം ഉണ്ടായത് ഇവിടെ നോർത്ത് അമേരിക്കയിലെ അലാസ്കയിലാണെന്നും അദ്ദേഹം പറയുന്നു. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇത്തരം ഭൂകമ്പങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യുകയും അവയെ തടയുകയും ചെയ്യുന്ന റിസർച്ചാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ സംഭവിക്കുമെന്ന് കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ചോദിക്കുമ്പോൾ കാലിഫോർണിയയുടെ നട്ടലായ സാൻ ആൻഡ്രിയാസ് എന്ന സ്ഥലത്ത് 150 വർഷത്തിനിടയിൽ ഭൂമികുലുക്കം ഉണ്ടാകാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. നമ്മളിപ്പോൾ 100 വർഷത്തിലേറെ പിന്നിട്ടെന്നും ഇനി എപ്പോഴാണതുള്ളതെന്ന് ചിന്തിക്കേണ്ടതെന്നും പ്രൊഫസർ പറയുന്നു. അടുത്ത സീനിൽ റെസ്ക്യൂ ടീം മിഷൻ കഴിഞ്ഞ് എത്തിയതാണ് കാണിക്കുന്നത്. കേടുവന്ന കോപ്റ്ററിനെ നോക്കി താൻ എന്താണോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് അവിടുത്തെ മെയിൻ്റനൻസുകാരൻ റേയോട് ചോദിക്കുന്നു. അതൊരു കാറുമായി വടമലി ഉണ്ടായതാണെന്ന് റേ തമാശയായി പറയുന്നു. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ മെയിൻ്റനൻസിന് പുതിയ ആളെ വെക്കേണ്ടി വരുമെന്ന് അയാൾ മറുപടി പറയുന്നു. റേയും ഒരു ടീം അംഗവും അവിടെ നിന്നും പുറത്തേക്ക് നടക്കുന്നു. അപ്പോൾ അയാൾ റേയോട് മകളെക്കുറിച്ച് ചോദിക്കുന്നു. അവളുടെ പേര് ബ്ലാക്ക് എന്നാണ്. അവളെ കൂട്ടാൻ പോവുകയാണെന്ന് റേ പറയുന്നു. അവൾക്കൊരു വോളിബോൾ മാച്ച് ഉണ്ടെന്നും അതിന് കൊണ്ടുപോകണമെന്നും പറയുന്നു. അവൾ കോളേജിലെത്തിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് റേയുടെ ഫ്രണ്ട് പറയുന്നു. അതെ, അത് ശരിയാണെന്ന് റേയും. അടുത്ത സീനിൽ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയാണ് കാണിക്കുന്നത്. അവിടെ ഒരാൾ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് നേരത്തെ കാണിച്ച പ്രൊഫസർ ലോറൻസിൻ്റെ അടുത്തേക്ക് ധൃതിയിൽ നടന്നു വരുന്നു. എന്നിട്ട് ലാസ് വേഗാസിലുള്ള ഡാമിൻ്റെ അടുത്ത് ചെറിയ തോതിൽ ഭൂമികുലുക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അയാൾ പറയുന്നു. അവിടെ നമുക്ക് നമ്മുടെ തിയറി ടെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു. അത് വിജയിച്ചാൽ നമുക്ക് മറ്റ് ഭൂമികുലുക്കങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് പറയുന്നു. ഇതേസമയം റേ വീട്ടിലെത്തുന്നു. കാറിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ ഒരു കോൾ വരുന്നു. അത് മകൾ ബ്ലാക്കിൻ്റേതായിരുന്നു.
അവൾ തൻ്റെ ബൈക്കിൻ്റെ കീ നോക്കാൻ റേയോട് പറയുന്നു. അതൊക്കെ കണ്ടുപിടിക്കാമെന്ന് റേ പറയുന്നു. വൈകിട്ട് നമുക്കൊരു ഡിന്നറിന് പോയാലെന്നും കൂടെ അമ്മയെ കൂടി കൂട്ടിക്കുമെന്നും റേ പറയുന്നു. സോറി, എനിക്കിന്ന് ഡാനിയൽ എന്ന ആളുമായി ഡേറ്റ് ഫിക്സ്ഡ് ആണെന്ന് അവൾ പറയുന്നു. അത് കേൾക്കുമ്പോൾ റേയുടെ മുഖം മാറുന്നു. ഡാഡി ഓക്കെ അല്ലെന്ന് ബ്ലാക്ക് ചോദിക്കുന്നു. അതെ, ഓക്കെ ആണെന്ന് റേ പറയുന്നു. ബൈ, നാളെ കാണാമെന്ന് പറഞ്ഞ് ബ്ലാക്ക് കോൾ കട്ട് ചെയ്യുന്നു. ബൈക്കിൻ്റെ കീ മറക്കരുതെന്ന് എടുത്തു പറയുന്നു. അപ്പോൾ കൊറിയറുകളിൽ നിന്നും ഒരു ഡിവോഴ്സ് പേപ്പർ റേക്ക് കിട്ടുന്നു. അതവിടെ വെച്ച് ബ്ലാക്കിൻ്റെ മുറിയിൽ പോയി ബൈക്കിൻ്റെ കീ നോക്കുന്നു. അവിടെയുള്ളൊരു ബോക്സിൽ നിന്നും കീ കിട്ടുന്നു. അതിൽ കുറച്ച് ഫോട്ടോസും ഉണ്ടായിരുന്നു. ബ്ലാക്കിൻ്റെ ഫോട്ടോകളായിരുന്നു അത്. റേ അത് നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. അത് നോക്കി എന്തെല്ലാം ആലോചിച്ചിരിക്കുന്നു. അടുത്തതായി നെവാഡയിലെ ഹൂവർ ഡാം കാണിക്കുന്നു. അവിടെ പ്രൊഫസർ ലോറൻസും കൂടെ കിം എന്ന് നേരത്തെ പറഞ്ഞ ആളുമുണ്ട്. അവർ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഭൂമി കുലുക്കത്തെ നിയന്ത്രിക്കാനുള്ള പരീക്ഷണത്തിലാണ്. ഇതൊരു ചെറിയ കുലുക്കമാണെന്നും ഇതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാമെന്നും അവർ പരസ്പരം പറയുന്നു. പെട്ടെന്ന് കുലുക്കം വലുതാവുന്നു. റിക്ടർ സ്കെയിലിൽ 7 മുകളിലായിരുന്നു അതിൻ്റെ തീവ്രത. എല്ലാവരും ഡാമിന് മുകളിലൂടെ ഓടുന്നു. പ്രൊഫസർ ലോറൻസും ഓടുന്നു. കിം ഡാമിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്നു. അപ്പോഴേക്കും ഡാം പൊട്ടാൻ തുടങ്ങിയിരുന്നു. കിം ഓടിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി അവിടെ വീണ് കിടക്കുന്നത് കാണുന്നു. അയാൾ അവളെയും എടുത്തുകൊണ്ട് പോകുന്നു. പ്രൊഫസർ ലോറൻസ് എല്ലാവരെയും സേഫ്റ്റി ബാരിയറിനപ്പുറത്തേക്ക് എത്തിക്കുന്നു. അപ്പോൾ കിം ഓടി വരുന്നത് കാണുന്നു. കിമ്മിന് പുറകിലായി ഡാം പൊട്ടി വരുന്നുണ്ടായിരുന്നു. കിം വേഗത്തിൽ ഓടുന്നു ലോറൻസ് കിമ്മിൻ്റെ അടുത്തേക്കും. എന്നാൽ സേഫ്റ്റി ബാരിയറിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും ഒരു പൊട്ടലുണ്ടാകുന്നു. അതിൽ വീഴുമെന്ന് മനസ്സിലാക്കിയ കിം കുട്ടിയെ പ്രൊഫസറിന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. കിമ്മിന്റെ കാലിൽ ഒരു കമ്പി കയറിയിരുന്നു. അതുകൊണ്ട് അവനെ പൊട്ടലിൽ നിന്നും എഴുന്നേൽക്കാൻ പറ്റാതായി. അപ്പോഴേക്കും ഡാം മുഴുവൻ തകർന്നു തുടങ്ങിയിരുന്നു. പ്രൊഫസർ വേഗം കുട്ടിയെയും കൊണ്ട് സേഫ്റ്റി ബാരിയറിൽ മുറുകെ പിടിക്കുന്നു. കിം കുട്ടിയോട് കണ്ണുകൾ അടയ്ക്കാൻ പറയുന്നു. ബൂം! ഡാം മുഴുവൻ തകർന്നൊഴുകുന്നു. പ്രൊഫസർ നിറകണ്ണുകളോടെ നോക്കിക്കൊണ്ട് നിന്നു. അടുത്തതായി റേയെ കാണിക്കുന്നു. അയാൾ ഒരു ട്രക്കിൽ ഒരു സൈക്കിൾ കയറ്റുകയായിരുന്നു. ബ്ലാക്കിൻ്റെ അടുത്തേക്കാണ് യാത്ര. അപ്പോൾ റേക്ക് ഭൂമികുലുക്കം ഉണ്ടായതിൻ്റെ മെസ്സേജ് വരുന്നു. ട്രക്ക് ഓടിച്ചു പോകുന്ന വഴിയിലും റേഡിയോയിൽ ഭൂമികുലുക്കത്തെക്കുറിച്ചുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. റേ തൻ്റെ വണ്ടി ഒരു വീട്ടിലേക്ക് കയറ്റുന്നു. പുറത്ത് മകൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ റേ അകത്തേക്ക് കൊണ്ടുപോകുന്നു. അകത്തെ ടിവിയിലും ഭൂമികുലുക്കത്തിൻ്റെ വാർത്ത കാണിക്കുന്നുണ്ട്. അവിടെ അയാളുടെ ഭാര്യയും അവരുടെ പുതിയ പാർട്ട്ണറായ ഡാനിയലും ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലാക്ക് അവരോട് ഡാഡി നാളെ ഭൂമികുലുക്കം ഉണ്ടായ സ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഭാര്യ അമ്മ സൂക്ഷിക്കണം, അവിടെ വളരെ അപകടകരമാണെന്ന് പറയുന്നു. ഡാഡി പോകുന്നതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വോളിബോൾ മാച്ചിന് പോകാമെന്ന് ബ്ലാക്ക് പറയുമ്പോൾ ഡാനിയൽ എൻ്റെ കൂടെ വന്നോളൂ, ഞാൻ സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു മീറ്റിങ്ങിന് പോകുന്നുണ്ട്, കൂടെ എനിക്ക് വോളിബോളും കാണാമെന്ന് പറയുന്നു. പിന്നെ മമ്മിക്ക് ഞാനില്ലാതെ ഇവിടെ നിന്നും മാറുവാനുള്ള ഒരു അവസരവും കിട്ടുമല്ലോ എന്ന് കൂടെ ചോദിക്കുന്നു. അപ്പോൾ റേ നിങ്ങൾ ഇവിടെ നിന്ന് മാറുകയാണെന്ന് ചോദിക്കുമ്പോൾ അതെ, നിങ്ങളോട് പറയാനിരിക്കുകയാണെന്ന് അമ്മ മറുപടി പറയുന്നു. നല്ല കാര്യമെന്ന് റേ ചെറിയ വിഷമത്തോടു കൂടി പറയുന്നു. എന്തായാലും അവിടെ എത്തുമ്പോൾ എന്നെ വിളിക്കുമെന്ന് ബ്ലാക്കിനോട് പറഞ്ഞ് റേ ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എമ്മ പിന്നാലെ വന്നു. ഇത് നമ്മൾ തീരുമാനിച്ചല്ലെന്ന് റേയോട് ചോദിക്കുന്നു. റേ സൈക്കിൾ എമ്മയുടെ കയ്യിൽ കൊടുത്ത് ഞാൻ ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. റെസ്ക്യൂ സ്റ്റേഷനിലെത്തുന്ന റേ ടി വിയിൽ ന്യൂസ് നോക്കുന്നു. നല്ല മോശം അവസ്ഥയാണല്ലോ എന്ന് കൂടെയുള്ള ആളോട് പറയുന്നു. വാ, നമുക്ക് നമ്മുടെ ജോലി തുടങ്ങാമെന്ന് പറഞ്ഞ് അവർ ഹെലികോപ്റ്ററിൻ്റെ അടുത്തേക്ക് നടക്കുന്നു. അപ്പോൾ കൂടെയുള്ള ആൾ ഡാനിയലാണോ ബ്ലാക്കിനെ കൊണ്ടുവിടുന്നതെന്ന് റേയോട് ചോദിക്കുന്നു. നിങ്ങൾക്ക് പോകാമായിരുന്നില്ലേ, നിങ്ങളില്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടന്നതെന്ന് റേയോട് പറയുന്നു. നീ ഷൂസ് ആദ്യം നേരെ കിട്ടുന്നായിരുന്നു റേയുടെ മറുപടി. അതേസമയം ബ്ലാക്കും ഡാനിയലും കൂടി അയാളുടെ പ്രൈവറ്റ് ജെറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ബ്ലാക്കിനോട് ഡാനിയൽ ചോദിക്കുന്നു. എന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന ബ്ലാക്കിനോട് ഡാനിയൽ സംസാരിക്കുന്നു. ബ്ലാക്ക്, നിനക്ക് നിന്റെ ഡാഡിയോടുള്ള സ്നേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു. നിനക്കറിയാമല്ലോ, നിന്റെ അമ്മ ജീവിതത്തിലെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നീ നിന്റെ ഡാഡിയെ മറക്കണമെന്നോ എന്നെ ഡാഡിയെ കാണണമെന്നോ ഞാൻ പറയുകയില്ല. നിനക്ക് ഇപ്പോഴുള്ള പോലെ തന്നെ തുടരാമെന്ന് പറയുന്നു. ശരി എന്ന് ബ്ലാക്ക് മറുപടി കൊടുക്കുന്നു. എന്നിട്ട് ഡാനിയലിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ല എന്ന്. ഉണ്ട് എന്ന് പറഞ്ഞ അയാളുടെ പുതിയ ബിൽഡിംഗ് പ്രോജക്റ്റിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇവളാണ് എൻ്റെ ഒരു കുഞ്ഞെന്ന് അയാൾ പറയുന്നു. അത് നോക്കിയിട്ട് ബ്ലാക്ക് എനിക്ക് ഇഷ്ടമായെന്നും അമ്മ പറഞ്ഞിരുന്നു ഇത് നടന്നു കഴിഞ്ഞാൽ സാൻ ഫ്രാൻസിസ്കോയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഇതാകുമെന്ന്. അതെ, ഉയരം കൂടിയതും ബലം കൂടിയതും എല്ലാം ഇത് തന്നെയാവും. 80% ഇപ്പോൾ തന്നെ വിട്ടുപോയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ എനിക്ക് കുട്ടികളൊന്നും ഉണ്ടായതുമില്ലെന്ന് അയാൾ പറയുന്നു. ഇത് കേട്ടതും ബ്ലാക്ക് ഡാനിയൽ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. അവർ ഓക്ലാൻഡ് മുനിസിപ്പൽ എയർപോർട്ടിൽ എത്തുന്നു. അടുത്തതായി സാൻ ഫ്രാൻസിസ്കോ നഗരത്തിന്റെ അതിമനോഹരമായൊരു ലോങ് വ്യൂ കാണിക്കുന്നു. ഇതുവരെ കണ്ടതെല്ലാം വെറും ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. സംഭവബഹുലമായ കാഴ്ചകൾ ഇനിയാണ് ആരംഭിക്കുന്നത്. ബ്ലാക്കും ഡാനിയലുമുള്ള കാർ റിഡിക് എന്ന വലിയൊരു കെട്ടിടത്തിനകത്തേക്കായിരുന്നു. അത് ഡാനിയലിൻ്റെ ഓഫീസാണ്. കെട്ടിടത്തിൻ്റെ മുകളിലെത്തി അവർ ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി നടക്കുന്നു. അപ്പോൾ ഡാനിയലിൻ്റെ സ്റ്റാഫ് വന്ന് അവരെ സ്വീകരിക്കുന്നു. ഡാനിയൽ ഓഫീസിലേക്ക് പോകുമ്പോൾ ബ്ലാക്ക് അവിടെ ലോബിയിലുള്ള ഒരു സോഫയിലിരിക്കുന്നു. അവിടെ ഒരു ചെറുപ്പക്കാരൻ കൂടി ഉണ്ടായിരുന്നു. അവർ പരസ്പരം ഹലോ എന്ന് പറയുന്നു. അടുത്തതായി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ലോറൻസിൻ്റെ ഓഫീസ് കാണിക്കുന്നു. അവിടെ കിമ്മും പ്രൊഫസറും കൂടെയുള്ള ഒരു ഫോട്ടോ കാണിക്കുന്നു. അത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. പിന്നെ പ്രൊഫസറുടെ കൂടെ അലക്സി എന്ന പേരുള്ള ഒരു അസിസ്റ്റൻറ്റ് കൂടിയുണ്ട്. അയാൾ പ്രൊഫസറെ ആശ്വസിപ്പിക്കുന്നു. അതൊന്നും കുഴപ്പമില്ലെന്ന് അയാൾ പറയുന്നു. അപ്പോൾ ഒരു ലേഡി അസിസ്റ്റൻറ്റ് വന്ന് പ്രൊഫസറിനോട് ഒരു ജേർണലിസ്റ്റ് വന്നിട്ടുണ്ടെന്നും ഇന്നലെ നവാഡയിൽ സംഭവിച്ചതിനെക്കുറിച്ച് ചോദിക്കാനാണെന്നും പറയുന്നു.
പ്രൊഫസർ ഒന്ന് ആലോചിക്കുന്നു. അപ്പോൾ അവൾ വേണ്ട, അവരോട് പിന്നെ വരാൻ പറയാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്നു. അപ്പോൾ പ്രൊഫസർ അവളെ തടയുന്നു. എന്നിട്ട് പറയുന്നു, കിം ഇതിനു വേണ്ടി ജീവൻ വരെ ത്യജിച്ചതാണ്. ആളുകൾ അറിയണം, ഇതെല്ലാം നമുക്ക് പ്രവചിക്കാൻ പറ്റുമെന്ന്. പ്രൊഫസർ ജാക്കറ്റ് എടുത്തിട്ട് ഇന്റർവ്യൂവിന് റെഡിയാവുന്നു. ആ ജേർണലിസ്റ്റ് ആദ്യത്തെ റെസ്ക്യൂവിൽ കണ്ട അതേ ജേർണലിസ്റ്റും ക്യാമറാമാനും തന്നെയാണ്, ജേർണലിസ്റ്റ് സെറീന. അവർ പ്രൊഫസറിനോട് നിങ്ങളുടെ കൊളീഗിന് സംഭവിച്ചത് അറിഞ്ഞുവെന്നും വേണമെങ്കിൽ നമുക്കിത് ചെയ്യാതിരിക്കാമെന്നും പറയുന്നു. നമുക്കിത് ചെയ്യാമെന്ന് അപ്പോൾ പ്രൊഫസർ പറയുന്നു. അവർ ഇന്റർവ്യൂ തുടങ്ങുന്നു. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഇന്നലെ ആരും നവാഡയിൽ സംഭവിച്ചതിനെക്കുറിച്ച് അറിയാതിരുന്നത്? കാരണം അവിടെ ഒരു തരത്തിലുള്ള തകരാറുകളും ഇല്ലായിരുന്നു എന്ന് പ്രൊഫസർ മറുപടി പറയുന്നു. എന്തുകൊണ്ടില്ല എന്ന് സെറീന ചോദിക്കുന്നു. അപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് പ്രൊഫസർ പറയുന്നു, നിങ്ങൾക്കറിയുമോ, ഇവിടെയുള്ള ആളുകൾ വിചാരിക്കുന്നത് ഞങ്ങൾ സയന്റിസ്റ്റുകൾക്ക് ഒന്നും അറിയില്ലെന്നാണ്. അപ്പോൾ സെറീന പറയുന്നു, നിങ്ങളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ പറഞ്ഞു വരുന്നത് ഒരു ദിവസം സയന്റിസ്റ്റുകൾക്ക് ഭൂമികുലുക്കം പ്രവചിക്കാൻ കഴിയുമെന്നാണോ? ഇന്നലെയും ഇന്നും നാളെയും ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുവെന്ന് പ്രൊഫസർ പറയുന്നു. അപ്പോൾ പ്രൊഫസറുടെ അസിസ്റ്റൻസ് അവിടേക്ക് കയറി വരുന്നു. എന്നിട്ട് പ്രൊഫസറിനെ വിളിച്ച് സാൻ ഫ്രാൻസിസ്കോയിൽ നടക്കാൻ പോകുന്ന ഭൂകമ്പങ്ങളുടെ പ്രെഡിക്ഷൻ ചാർട്ട് കാണിച്ചു കൊടുക്കുന്നു. അത് മുമ്പ് നവാഡയിൽ ഉണ്ടായിരുന്നതിലും കൂടുതലായിരുന്നു. ഏകദേശം 85 പോയിന്റുകളിലായി വലിയൊരു ഭൂമികുലുക്കം. തീർച്ചയാണെന്ന് പ്രൊഫസർ ചോദിക്കുന്നു. അതെ, ഞങ്ങൾ ചെക്ക് ചെയ്താണെന്ന് അവർ പറയുന്നു. പ്രൊഫസർ ഒന്ന് ചിന്തിച്ച ശേഷം വേഗം അവിടെ പോയി സ്റ്റാൻഡിലുള്ള മാപ്പ് എടുത്ത് നോക്കുന്നു. എന്നിട്ട് അതിലൊരു വരയിടുന്നു. സാൻ ആൻഡ്രിയാസിൽ തുടങ്ങി ഹൂവർ ഡാം ചുറ്റി കൊളറാഡോ റിവറിലൂടെയായിരുന്നു ആ വര. എന്നിട്ട് പ്രൊഫസർ എല്ലാവരോടുമായി പറയുന്നു, ഇത് ഭൂമിശാസ്ത്രപരമായ ഒരു നാച്ചുറൽ ഡീഫോർമേഷൻ ഇവന്റ് ആണെന്ന്. ഡീഫോർമേഷൻസ് ഇവന്റ്സ് അതിർത്തി രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഒരു വര കൂടി വരയ്ക്കുന്നു. അത് നവാഡയിൽ ഭൂമികുലുക്കമുണ്ടായ സ്ഥലവുമായി കൂട്ടിമുട്ടുന്നു. അപ്പോൾ അതൊരു പാർട്ടായി മാറുന്നു. ആ ഭാഗം അടയാളപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥലം മുഴുവൻ നമുക്കൊരു ടെക്ടോണിക് പ്ലേറ്റുമായി ബന്ധപ്പെട്ടിരിക്കുമെന്ന് പറയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞത് നവാഡയിൽ ഉണ്ടായത് ഓർക്കപ്പുറത്ത് ഉണ്ടായതല്ല എന്ന്. പ്രൊഫസർ ഒന്ന് നിർത്തുന്നു. അല്ല, ഇത് ചിലപ്പോൾ ടെക്ടോണിക് പ്ലേറ്റ് ബൗണ്ടറിയുടെ ലീഡിംഗ് എഡ്ജിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോ വഴി ലോസ് ആഞ്ചൽസിൽ നിന്നുമുള്ള ഒരു പ്രീകോഷർ മൂവ്മെന്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞ് തുടരുന്നു. അപ്പോൾ ജേർണലിസ്റ്റ് സെറീന ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞു വരുന്നത് സാൻ ആൻഡ്രിയാസ് ഫോൾ തുടങ്ങിയെന്നാണോ? അതെ, അത് തന്നെയാണെന്ന് പ്രൊഫസർ ശരിവയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ആരെ വിളിക്കുമെന്ന് കൂടെ ലേഡി അസിസ്റ്റന്റ് ചോദിക്കുമ്പോൾ എല്ലാവരെയും എന്ന് പ്രൊഫസർ മറുപടി പറയുന്നു. അതേസമയം ഡാനിയലിന്റെ ഓഫീസിലിരിക്കുന്ന ബ്ലാക്കും ഓപ്പോസിറ്റായി ബെൻ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനും. അയാൾ കോഫി കഴിക്കുന്നതിനിടയിൽ ദേഹത്തൂടെ പോകുന്നു. ബ്ലാക്ക് അയാളെ ഹെൽപ്പ് ചെയ്യുന്നു. അവർ തമ്മിൽ പരിചയപ്പെടുന്നു. നിന്റെ അച്ഛനാണോ ഡാനിയൽ റിഡിക് എന്ന ബെന്നിന്റെ ചോദ്യത്തിന് അല്ല, അതെന്റെ അമ്മയുടെ ബോയ്ഫ്രണ്ട് ആണെന്ന് ബ്ലാക്ക് മറുപടി പറയുന്നു. കൂടെ അയാളുടെ വിസിറ്റിന്റെ ഉദ്ദേശവും ചോദിക്കുന്നു. അവിടെ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈനിൽ ജോലിക്കുള്ളൊരു ഇന്റർവ്യൂവിന് വന്നായിരുന്നു ബെൻ. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബെന്നിന്റെ അനുജൻ ഓലി അങ്ങോട്ടേക്ക് വന്ന് ബ്ലാക്കിനോട് സംസാരിക്കുന്നു. അപ്പോൾ ബെൻ അവനോട് ഇങ്ങനെ സംസാരിക്കാതെ മിണ്ടാതിരിക്കാൻ പറയുന്നു. ഉടനടി ഓലി ബ്ലാക്കിനോട് ബെന്നിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് അവളുടെ നമ്പർ ചോദിക്കുന്നു. ബെൻ ഒരു ചമ്മലോടിരിക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീ വന്ന് ബെന്നിനെ ഇന്റർവ്യൂവിന് വിളിക്കുന്നു. നിന്ന് വരുന്ന ബെന്നിനോട് ഗുഡ് ലക്ക് എന്ന് ബ്ലാക്ക് പറയുന്നു. താങ്ക്സ് പറഞ്ഞ ശേഷം ഓലിയോട് ഇവിടെ മിണ്ടാതിരുന്നോണം, ഒരു അക്ഷരം മിണ്ടരുതെന്ന് ബെൻ പറയുന്നു. ബെൻ ആ സ്ത്രീയോടൊപ്പം ഇന്റർവ്യൂവിന് പോകുന്നു. അവൻ പോയതും ഓലി ബ്ലാക്കിനോട് സംസാരിക്കുന്നു. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ബ്ലാക്ക് ചോദിച്ചു. ഇംഗ്ലണ്ട്. ഞങ്ങളുടെ പാരൻസ് ഒരു കപ്പൽ യാത്രയ്ക്ക് പോയതാണ്. അതുകൊണ്ട് ബെന്നിന്റെ ഇന്റർവ്യൂവിന് ശേഷം ഈ സിറ്റിയിൽ ഹോളിഡേ ആഘോഷിക്കുമെന്ന് കരുതിയാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഓലി പറഞ്ഞു. കൊള്ളാമെന്ന് ബ്ലാക്ക് പറഞ്ഞു. ഞാൻ ഞങ്ങളുടെ യാത്രാ പ്ലാൻ കാണിക്കട്ടെ എന്ന് ചോദിച്ചു. സാൻ ഫ്രാൻസിസ്കോ എന്ന പേരിലൊരു ബുക്ക് എടുത്ത് കാണിക്കുന്നു. അടുത്ത സീനായി ലോസ് ആഞ്ചൽസിലെ മനോഹരമായ ആകാശ കാഴ്ചകൾ കാണിക്കുന്നു. അവിടെ ഒരു ഹോട്ടലിൽ ഡാനിയലിന്റെ സഹോദരി സൂസന്റെ കൂടെ എമ്മ ഇരുന്ന് ലഞ്ച് കഴിക്കുന്നു. അവരുടെ അടുത്തേക്ക് വന്ന സ്റ്റാഫിനെ ഒഴിവാക്കിക്കൊണ്ട് സൂസൻ അമ്മയോട് അവരുടെ മുൻ വിവാഹത്തെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചെല്ലാം ചോദിക്കുന്നു. അതിലൊരു കുട്ടി മരിച്ചതിനെക്കുറിച്ചും ചോദിക്കുന്നു. അത് അമ്മയ്ക്ക് വിഷമം ഉണ്ടാക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് റേയുടെ കോൾ വരുന്നു. റേ അവരോട് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു. എന്നിട്ട് ഇന്നലെ മോശമായി പെരുമാറിയതിന് സോറി പറയുന്നു. എന്നിട്ട് ബ്ലാക്കിനെ കുറിച്ച് ചോദിക്കുന്നു. അവൾ ഒട്ടും ഹാപ്പി അല്ലെന്നും നമ്മൾ ഒരുമിച്ച് കാണാനാണ് അവൾ ആഗ്രഹിക്കുന്നതെന്നും അമ്മ പറയുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടെ ഭൂമികുലുക്കം ഉണ്ടാവുന്നു. എമ്മ ഫോണിലൂടെ റേയോട് അത് പറയുന്നു. അപ്പോൾ കോപ്റ്ററിൽ നിന്നും താഴേക്ക് നോക്കുന്ന റേ ഒരു പാലം തകർന്ന് വീഴുന്നത് കാണുന്നു. റേ കുറച്ച് പരിഭ്രാന്തനായി. നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. ദ ടേറ്റ് വെസ്റ്റൺ എന്ന് എമ്മ പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, നീ ഇപ്പോൾ ടോപ്പ് ഫ്ലോറിലാണെന്നും നീ അവിടെയുള്ള ആളുകളെല്ലാം കൊണ്ട് റൂഫിലേക്ക് വരണമെന്നും ഞാൻ ഉടനെ ഹെലികോപ്റ്റർ കൊണ്ട് അവിടെ എത്തുമെന്നും അവിടെ വെച്ച് കാണാമെന്നും എല്ലാം റേ പറയുന്നു. ആകെ ഭൂമികുലുക്കം. പ്രൊഫസറുടെ ഓഫീസാണ് അടുത്ത സീനിൽ. പ്രൊഫസർ എല്ലാവരോടും ടേബിളിനടിയിലിരിക്കാൻ പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് അലക്സി പ്രൊഫസറിനോട് ഇത് റിക്ടർ സ്കെയിലിൽ 6.5 നിന്നും 8.5 ഉയർന്നിരിക്കുന്നുവെന്ന് പരിഭ്രാന്തിയോടെ പറയുന്നു. അപ്പോൾ ജേർണലിസ്റ്റ് സെറീന അതിനർത്ഥം എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് 100 മടങ്ങ് ശക്തി പ്രാപിച്ചിരിക്കുന്നുവെന്ന് പ്രൊഫസർ പറയുന്നു. പേടിക്കണ്ട, ഇവിടം സേഫ് ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ആ ലേഡി അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ അടുത്ത് സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് ആക്ടിവേറ്റ് ആയെന്നും അത് സാൻ ഫ്രാൻസിസ്കോയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ലാപ്ടോപ്പ് കാണിച്ചു കൊടുക്കുന്നു. സെയിം ടൈമിൽ സാൻ ഫ്രാൻസിസ്കോയിൽ ഡാനിയലിന്റെ ഓഫീസ്. ഡാനിയൽ വന്ന് ബ്ലാക്കിനോട് പോകാമെന്ന് പറയുന്നു. ബ്ലാക്ക് ഓലിയോട് കണ്ടതിൽ സന്തോഷമെന്നും നിങ്ങൾക്ക് ഇവിടെ അടിച്ചു പൊളിക്കാൻ പറ്റട്ടെ എന്നും ആശംസിക്കുന്നു. ഓലി തിരിച്ചും കണ്ടതിൽ സന്തോഷമെന്ന് പറയുന്നു. അപ്പോൾ ബ്ലാക്ക് ഓലിയുടെ കയ്യിൽ നിന്നും പുസ്തകം വാങ്ങി അതിൽ അവളുടെ നമ്പർ എഴുതി കൊടുത്ത് ബെന്നിനോട് പറയുമെന്ന് പറയുന്നു. ഡാനിയലും ബ്ലാക്കും താഴെ പാർക്കിങ്ങിലെത്തി കാറിൽ കയറുന്നു. പെട്ടെന്ന് അവിടെ ഭൂമികുലുക്കം ഉണ്ടാകുന്നു. പാർക്കിങ്ങിലുള്ള മറ്റു കാറുകളെല്ലാം അലാറം മുഴക്കുന്നു. അപ്പോൾ ബ്ലാക്ക് ഉടനെ ഡാനിയലിനോട് പറയുന്നു ഭൂമികുലുക്കമാണെന്ന്. ഡാനിയൽ ഡ്രൈവറിനോട് വേഗം കാർ ഓടിക്കാൻ പറയുന്നു. പോകുന്ന വഴിയിൽ കെട്ടിടത്തിന്റെ ഓരോ കഷ്ണങ്ങൾ കാറുകളുടെ മുകളിലേക്ക് വീഴുന്നത് അവർ കാണുന്നു. അവർ ആകെ പേടിക്കുന്നു. കാർ അപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മുന്നിൽ ഫ്ലോർ ഇടിഞ്ഞ് താഴേക്ക് ഒരു ഗർത്തമുണ്ടാകുന്നു. അവരുടെ കാർ നിയന്ത്രണം വിട്ട് അതിലേക്ക് വീഴുന്നു. ഉള്ളിൽ ഡാനിയലും ബ്ലാക്കും നിലവിളിക്കുന്നു. ഇടിച്ചു നിന്ന കാറിന്റെ ഡ്രൈവർ സീറ്റ് വന്ന് ബ്ലാക്കിന്റെ കാലിൽ ജാമാവുന്നു. അവൾ വേദന കൊണ്ട് നിലവിളിക്കുന്നു. നീ ഓക്കെ അല്ലെന്ന് ഡാനിയൽ ചോദിച്ചപ്പോൾ അവൾ ഡ്രൈവർ മരിച്ചുവെന്ന് ഭയത്തോടെ പറയുന്നു.
നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഡാനിയൽ ചോദിക്കുന്നു. അവൾ എൻ്റെ കാൽ കുടുങ്ങി കിടക്കുവാണെന്ന് പറയുന്നു. ഡാനിയൽ സീറ്റ് പോക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ കഴിയുന്നില്ല. അയാൾ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നു. ഒരു വലിയ കോൺക്രീറ്റ് കഷ്ണം കാറിന്റെ മേലെ ഇരിക്കുന്നതായിരുന്നു അയാൾ കണ്ടത്. എന്താണ് ചെയ്യുക എന്ന് അയാൾ പരിഭ്രാന്തിയോടെ ആലോചിച്ച് നിന്നു. വീണ്ടും ഒരു കുലുക്കമുണ്ടായപ്പോൾ അവിടെ നിന്നും മറ്റാളുകളുടെ കരച്ചിൽ കൂടി അയാൾ കേട്ടു. അയാൾ ബ്ലാക്കിനോട് എനിക്ക് അവരെ രക്ഷിക്കാൻ പോകണമെന്ന് പറയുന്നു. ഞാൻ ഉടനെ തിരിച്ചു വരുമെന്നും പറയുന്നു. ബ്ലാക്ക് ഡാനിയലിനോട് തന്നെ തനിച്ചാക്കി പോകരുതെന്ന് പറഞ്ഞെങ്കിലും അയാൾ അവിടെ നിന്ന് പോകുന്നു. അവൾ ഡാനിയൽ എന്ന് ഉറക്കെ വിളിക്കുന്നു. പുറത്തെത്തിയ ഡാനിയൽ കാണുന്നത് കുറേ പേര് ഓടി രക്ഷപ്പെടുന്നതാണ്. അവിടെയുള്ള സെക്യൂരിറ്റികൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന ഡാനിയൽ അവിടെ പാർക്കിങ്ങിൽ ഒരു പെൺകുട്ടി കുടുങ്ങി കിടക്കുകയാണെന്നും അവളെ രക്ഷിക്കുമെന്നും പറയുന്നു. അത് ബെൻ ടൈലർ കേൾക്കുന്നു. അപ്പോൾ അവിടെ ഡാനിയലിന്റെ തൊട്ടടുത്തായി ഒരു കോൺക്രീറ്റ് പാളി വന്ന് പതിക്കുന്നു. എല്ലാവരും നിലവിളിക്കുന്നു. അത് കണ്ട ഡാനിയൽ പേടിച്ച് വല്ലാതൊരു അവസ്ഥയിലാവുന്നു. അയാൾ ആരെയും ശ്രദ്ധിക്കാതെ ഓടിപ്പോകുന്നു. ബെൻ അയാളെ വിളിച്ചെങ്കിലും അയാൾ ശ്രദ്ധിച്ചില്ല. ബെൻ പാർക്കിങ്ങിലേക്കുള്ള കോണിപ്പടി നോക്കി ബ്ലാക്ക് എന്ന് പറയുന്നു. അടുത്തതായി എമയെ രക്ഷിക്കാൻ ഹെലികോപ്റ്ററിൽ വരുന്ന റേ കോപ്റ്ററിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ ലോസ് ആഞ്ചൽസിലെ ഹോളിവുഡ് എന്ന കട്ടൗട്ടും വലിയ കെട്ടിടങ്ങളുമെല്ലാം ഒന്നൊന്നായി തകർന്നു വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഡ്രോൺ ഷോട്ട് നേരെ എമയുള്ള ഹോട്ടലിലേക്ക്. അവിടെ എല്ലാവരും ആകെ നിലവിളിച്ചോടുന്നു. ചിലർ തട്ടി വീഴുന്നു. എമ സൂസനെ വിളിച്ചു, വരൂ നമുക്ക് റൂഫിലേക്ക് പോകാമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് അതുവഴിയല്ല ഇതിലെ എന്ന് പറയുന്നു. അപ്പോഴേക്കും സൂസൻ മറ്റൊരു വാതിൽ തുറന്ന് കയറിപ്പോകുന്നു. അവിടെ ആകെ തകരുന്നു. എമ ഡോർ തുറന്ന് നോക്കുമ്പോൾ ഒരു കമ്പിയിൽ ഒരാൾ തൂങ്ങിക്കിടക്കുന്നതാണ് കാണുന്നത്. അയാൾ പെട്ടെന്ന് തന്നെ കമ്പി പൊട്ടി താഴേക്ക് വീഴുന്നു. അവർ അവിടെ നിന്ന് നടക്കുന്നു. അപ്പോഴും കുലുക്കമുണ്ടായിരുന്നു. ആളുകൾ കരയുന്നു. കൂട്ടത്തിൽ ഒരാൾ അവിടെ ഒരു വഴിയുണ്ടെന്ന് പറയുന്നു. എമ അവരോടൊപ്പം നടക്കുന്നു. അപ്പോൾ സൈഡിൽ അടുക്കളയിൽ ഒരാൾക്ക് തീ പിടിക്കുന്നു. എമ ഒച്ച വയ്ക്കുന്നു. അപ്പോൾ ഒരാൾ വന്ന് എമയെ സഹായിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെ എമ കാണുന്നു. അവളോട് നമുക്ക് മുകളിലേക്ക് പോകാം, അവിടെ റെസ്ക്യൂ ഹെലികോപ്റ്റർ വരുമെന്ന് പറയുന്നു. എല്ലാവരോടുമായി എമ ഉറക്കെ വിളിച്ച് പറയുന്നു. എന്നാൽ അവർ മറ്റൊരു വഴിക്ക് പോകുന്നു. എമ കോണിപ്പടികൾ കയറുന്നു. മുകളിലേക്ക് എത്തി എമ കാണുന്നത് മുന്നിൽ ഭീമാകാരമായ ഒരു കെട്ടിടം തകർന്നു വീഴുന്നതാണ്. റൂഫിലെ പൂളിലെ വെള്ളമെല്ലാം തിരമാല കണക്കെ പൊന്തുന്നു. അവൾ നിന്നിരുന്ന ഫ്ലോർ തകർന്നു വീഴുന്നു. എമ കോൺക്രീറ്റ് പാളിയിൽ തട്ടിത്തെറിക്കുന്നു. കുലുക്കം നിന്ന് പൊടിപടലങ്ങൾ മാറുമ്പോൾ കാണുന്നത് എമ പരിക്കേറ്റ് കിടക്കുന്നതാണ്. അവൾ പെട്ടെന്ന് കണ്ണു തുറന്ന് എഴുന്നേൽക്കുന്നു. ചെവിയിൽ തൊടുന്നു. രക്തം വരുന്നുണ്ടായിരുന്നു. എമ ചുറ്റും നോക്കി. റൂഫ് മുഴുവൻ തകർന്നിരിക്കുന്നു. എമ എഴുന്നേറ്റ് കോൺക്രീറ്റ് പാളികളിലൂടെ മുകളിലേക്ക് കയറുന്നു. അപ്പോൾ റേ അവിടെ എത്തുന്നു. റേയെ കണ്ടപ്പോൾ എമ സമാധാനിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ആ കെട്ടിടത്തിന് തീ പിടിക്കുന്നു. എമ പേടിക്കുന്നു. അപ്പോൾ അവൾ ദൂരേക്ക് ചൂണ്ടി റേയോട് അങ്ങോട്ട് വരാൻ പറയുന്നു. റേ കോപ്റ്റർ അങ്ങോട്ട് അടുപ്പിക്കുന്നു. എമ ഓടുന്നു. അപ്പോഴും ഭൂമിക്കുലുക്കം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു വലിയ കെട്ടിടം തകർന്ന് എമ നിൽക്കുന്നതിന് പിന്നിലായി വീഴുന്നു. റേ വേഗം കോപ്റ്റർ ഓട്ടോയിലിട്ട് എമയ്ക്ക് കയറാനായി റോപ്പിട്ട് കൊടുക്കുന്നു. എന്നിട്ട് എമയോട് ഓടി വരാൻ പറയുന്നു. എമ ഓടുമ്പോൾ പിന്നിലായി കെട്ടിടം തകരുന്നു. ഭൂം, അവിടെ ആകെ പൊടി പടലമാകുന്നു. റേ എമ എന്ന് വിളിക്കുന്നു. ആദ്യം റേ എമയെ കണ്ടില്ല. അപ്പോൾ റേ എന്നൊരു വിളി കേൾക്കുന്നു. അത് എമ ആയിരുന്നു. എമ അതിൽ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. റേ വേഗം എമയെ വലിച്ചു കയറ്റുന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലോ എന്ന് ചോദിക്കുന്നു. എമ ആകെ പേടിച്ചു പോയിരുന്നു. എമയോട് ഫ്രണ്ട് സീറ്റിലേക്ക് വരാൻ പറയുന്നു. റേ വേഗം ഹെലികോപ്റ്റർ എടുക്കുന്നു. വലിയ വലിയ കെട്ടിടങ്ങൾ അപ്പോഴും തകർന്നു വീണുകൊണ്ടേയിരുന്നു. പെട്ടെന്നൊരു കെട്ടിടം തകർന്ന് കോപ്റ്ററിലേക്ക് വന്നു. റേ പെട്ടെന്ന് കോപ്റ്റർ വെട്ടിക്കുന്നു. അപ്പോൾ നിയന്ത്രണം കിട്ടാതെ കോപ്റ്റർ ചുറ്റുന്നു. റേ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ഒരുവിധം അതിനെ പിടിച്ചു നിർത്തുന്നു. അപ്പോഴേക്കും മറ്റൊരു കെട്ടിടം തകർന്ന് അവരുടെ നേരെ വരുന്നു. എമയോട് മുറുക്കെ പിടിച്ചിരിക്കാൻ പറഞ്ഞുകൊണ്ട് കോപ്റ്റർ പറപ്പിക്കുന്നു. അവർ കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. എമ ദീർഘനിശ്വാസം വിടുന്നു. റേ അപ്പോൾ വിറച്ചുകൊണ്ടിരുന്ന എമയുടെ കയ്യിൽ കയറി പിടിക്കുന്നു. അവൾ ആശ്വസിക്കുന്നു. അവർ പറന്നു പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ലോസ് ആഞ്ചൽസ് സിറ്റി മുഴുവൻ തകർന്നു കിടക്കുന്നത് കാണിക്കുന്നു. അടുത്ത സീൻ സാൻ ഫ്രാൻസിസ്കോയിൽ കാറിൽ അകപ്പെട്ടിരിക്കുന്ന ബ്ലേക്ക്. അവൾ സഹായത്തിനായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ അതിനുള്ളിൽ കിടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അവളുടെ ബാഗ് കയ്യെത്തിയെടുക്കുന്നു. അതിൽ നിന്നും ഫോൺ എടുത്ത് റേയെ വിളിക്കുന്നു. എന്നിട്ട് ഇവിടെ ഭൂമിക്കുലുക്കമാണെന്നും ഞാനൊരു കാറിൽ സ്റ്റക്കായിരിക്കുകയാണെന്നും ഡാനിയൽ എവിടെ പോയെന്ന് അറിയില്ലെന്നും പറയുന്നു. കൂടെ എനിക്ക് പേടിയാവുന്നു എന്ന് കൂടി പറയുന്നു. അപ്പോൾ റേ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. എൻ്റെ കാൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് ബ്ലാക്ക് പറയുന്നു. അപ്പോൾ അവളുടെ കോൾ കട്ടാവുന്നു. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് എമ റേയോട് ചോദിക്കുന്നു. നമുക്ക് നമ്മളുടെ മകളെ രക്ഷിക്കാൻ പോകാമെന്ന് പറഞ്ഞ് റേ ഹെലികോപ്റ്റർ തിരിക്കുന്നു. അതേസമയം കാറിനുള്ളിലിരിക്കുന്ന ബ്ലേക്ക് അവളുടെ മുകളിലേക്ക് ഒരു കോൺക്രീറ്റ് ബീം വന്ന് വീഴുന്നു. അവൾ അതിനുള്ളിലിരുന്ന് കരയുന്നു. അപ്പോൾ ബെന്നിന്റെ വിളി കേൾക്കുന്നു. ബെന്നും മോലിയും ഓടി അവിടേക്ക് വരുന്നു. നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുന്നു. കാറിന്റെ റൂഫ് ഇപ്പോൾ തകരുമെന്നും എൻ്റെ കാൽ കുടുങ്ങിയിരിക്കുകയാണെന്നും ബ്ലേക്ക് അവരോട് പറയുന്നു. അപ്പോൾ ബെൻ ഓലിയോട് ഈ ബീം പൊട്ടിക്കണമെന്നും എങ്കിൽ മാത്രമേ ബ്ലാക്കിന്റെ കാൽ എടുക്കാൻ കഴിയുള്ളൂവെന്നും പറയുന്നു. എന്നിട്ട് ബെന്നും ഓലിയും കൂടി അവിടെ കിടന്നിരുന്ന ഒരു കമ്പി എടുത്ത് ബീം പൊക്കാൻ നോക്കുന്നു. അവർക്കത് കഴിയുന്നില്ല. അപ്പോൾ ബീം ഒന്നുകൂടി താഴേക്ക് വരുന്നു. അപ്പോൾ ബ്ലാക്ക് പറയുന്നു, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കൂ, ഈ കെട്ടിടം എപ്പോൾ വേണമെങ്കിലും തകരാമെന്ന്. ബെൻ ഒന്ന് ആലോചിക്കുന്നു. എന്നിട്ട് കാറിന്റെ ഡിക്കിയിൽ നിന്നും ജാക്കി എടുത്തുകൊണ്ട് വരുന്നു. എന്നിട്ട് ബീം പൊക്കുന്നു. അപ്പോൾ ബീം കുറച്ച് പൊങ്ങുന്നു. പക്ഷേ ബ്ലാക്കിനെ പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ബെൻ വേഗം കാറിന്റെ ടയറുകൾ കുത്തി കാറ്റ് കളയുന്നു. അപ്പോൾ കാർ ഒന്ന് താഴുന്നു. ബ്ലാക്കിനെ വലിച്ച് പുറത്തേക്ക് എടുക്കുന്നു.
എന്നിട്ട് നിനക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. കുഴപ്പമില്ലെന്ന് ബ്ലാക്ക് പറയുന്നു. കൂടെ അവരോട് താങ്ക്സും പറയുന്നു. അപ്പോൾ വീണ്ടും കുലുക്കം വരുന്നു. അവർ അവിടെ നിന്നും പുറത്തേക്ക് ഓടുന്നു. ബെൻ ബ്ലാക്കിന്റെ കൈ പിടിച്ച് വലിച്ച് ഇതുവഴി വാ എന്ന് പറഞ്ഞു ഓടുന്നു. വഴിയിൽ ഓരോരോ കെട്ടിടങ്ങൾ തകർന്ന് താഴേക്ക് വീണുകൊണ്ടേയിരുന്നു. ചിലതെല്ലാം ആളുകളുടെ ദേഹത്തും വീഴുന്നു. എല്ലാവരും ജീവനം കൊണ്ടോടുന്നു. ബ്ലാക്കും ബെന്നും ഓലിയും കൂടി ഓടി ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലെത്തുന്നു. കിതപ്പ് മാറുമ്പോൾ ബ്ലാക്ക് ഡാനിയൽ തന്നെ ഒറ്റയ്ക്കായി പോയതിനെക്കുറിച്ച് പറയുന്നു. അയാൾ ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ആളാണെന്നും പറയുന്നു. എത്രയും വേഗം നമ്മളുള്ള സ്ഥലം എൻ്റെ പേരൻസിനെ അറിയിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ബെൻ അതിന് സെൽഫോൺ കണക്ഷൻസ് എല്ലാം കട്ടായിരിക്കില്ലെന്ന് ചോദിക്കുന്നു. ബ്ലാക്ക് ഒന്ന് ആലോചിച്ച ശേഷം നമുക്കൊരു ഇലക്ട്രോണിക് ഷോപ്പ് കണ്ടുപിടിക്കണമെന്ന് പറയുന്നു. എന്നിട്ട് ഓലിയോട് അതിനെക്കുറിച്ചുള്ള വിവരം നിന്റെ ബുക്കിലുണ്ടെന്ന് ചോദിക്കുന്നു. എൻ്റെ ബുക്കിൽ എല്ലാം ഉണ്ടെന്ന് ഓലി പറയുന്നു. അടുത്തതായി പ്രൊഫസറുടെ ഓഫീസ്. അവിടെ അലക്സി കുറച്ച് പേപ്പറുകൾ എടുത്ത് നമ്മുടെ എമർജൻസി സിസ്റ്റങ്ങൾക്കൊന്നും ഭാഗ്യത്തിന് തകരാറൊന്നും പറ്റിയിട്ടില്ലെന്നും 17 മോണിറ്ററിംഗ് സ്റ്റേഷനുകളിൽ നിന്നായി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും പറയുന്നു. എന്നിട്ട് ഭൂമി കുലുക്കം രേഖപ്പെടുത്തിയ ഒരു ചാർട്ട് പ്രൊഫസറുടെ കയ്യിൽ കൊടുത്തിട്ട് ഇപ്പോഴുണ്ടായത് 9.5 ആണെന്ന് പറയുന്നു. പ്രൊഫസർ അത് നോക്കുമ്പോൾ അസിസ്റ്റന്റ് വന്ന് വിളിച്ചിട്ട് ഇതൊന്ന് നോക്കുമെന്ന് പറയുന്നു. പ്രൊഫസർ അങ്ങോട്ട് ചെല്ലുന്നു. അപ്പോൾ അവൾ കമ്പ്യൂട്ടറിൽ ചിലത് ഡിസ്പ്ലേ ചെയ്യുന്നു. എന്നിട്ട് മുൻപുണ്ടായ ഭൂകമ്പത്തിന്റെ പൾസ് റേറ്റും ഇപ്പോൾ രേഖപ്പെടുത്തിയ പൾസ് റേറ്റും കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു ഇപ്പോൾ ലഭിച്ചത് ആദ്യത്തിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെന്ന്. അതായത് ഭൂകമ്പം നിന്നിട്ടില്ല. പ്രൊഫസർ ഓടി വന്ന അലക്സിയോട് എല്ലാ മോണിറ്ററിംഗ് സ്റ്റേഷനുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഉടനെ ശേഖരിക്കാൻ പറയുന്നു. അപ്പോൾ സെറീന എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. അപ്പോൾ പ്രൊഫസർ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് ഇതൊന്നും അവസാനിച്ചിട്ടില്ലെന്ന് പറയുന്നു. എന്നിട്ടൊന്ന് ആലോചിച്ചുകൊണ്ട് സെറീനയും പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് ഓടുന്നു. കൂടെ എല്ലാവരെയും വിളിക്കുന്നു. എന്നിട്ട് സെറീനയോട് പറയുന്നു, നമുക്ക് വേഗം എയറോൺ പോകണം, ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കണം. അതിന് സിഗ്നൽ എല്ലാം കട്ടായിരിക്കുകയല്ലെന്ന് സെറീന ചോദിക്കുന്നു. അപ്പോൾ പ്രൊഫസർ ചിരിച്ചുകൊണ്ട് നീ എവിടെയാണെന്ന് ചിന്തിക്കുമെന്ന് പറയുന്നു. അവർ ഓടി മീഡിയ ലാബിലെത്തുന്നു. എന്നിട്ട് അവിടെയുള്ളവരോട് ഹെൽപ്പ് ചോദിക്കുന്നു. അതേസമയം സാൻ ഫ്രാൻസിസ്കോയിൽ ബ്ലാക്കും കൂട്ടരും ഒരു ഇലക്ട്രോണിക് കട കണ്ടുപിടിക്കുന്നു. അവർ അതിനുള്ളിൽ കയറുന്നു. കറണ്ടിൽ പ്രവർത്തിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ ബ്ലാക്ക് പറയുന്നു. കൂടെ ഒരു ഫോണും ഉണ്ടോ എന്ന് നോക്കാൻ പറയുന്നു. നിനക്കതൊക്കെ എങ്ങനെ അറിയാമെന്ന് ബെൻ ചോദിക്കുന്നു. എൻ്റെ ഡാഡി പറഞ്ഞത് എന്താണ്? അദ്ദേഹം റെസ്ക്യൂ സർവീസിലാണ് ജോലി ചെയ്യുന്നതെന്ന് ബ്ലാക്ക് മറുപടി പറയുന്നു. അവർക്ക് ഫോണും ലാൻഡ് ലൈനും കിട്ടുന്നു. ബ്ലാക്ക് വേഗം റേയെ വിളിക്കുന്നു. അവർ സേഫ് ആണെന്ന് പറയുന്നു. അപ്പോൾ എമ അവളോട് സംസാരിക്കുന്നു. ബ്ലാക്ക് അത്ഭുതപ്പെടുന്നു. എമ ഡാനിയൽ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അയാൾ എന്നെ ഒറ്റയ്ക്കാക്കി പോയെന്ന് പറയുന്നു. എന്നെ 2 സഹോദരങ്ങൾ ചേർന്നാണ് രക്ഷിച്ചതെന്നും ഇപ്പോൾ അവരുടെ ഒപ്പമാണ് ഉള്ളതെന്നും പറയുന്നു. എമ്മയ്ക്ക് ഇത് കേട്ട് ദേഷ്യം വരുന്നു. അപ്പോൾ വേഗം റേ ബ്ലാക്കിനോട് നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. ചൈന ടൗണിലുള്ള ഒരു ഇലക്ട്രോണിക് ഷോപ്പിലാണെന്ന് അവൾ പറയുന്നു. നീ വേഗം ഉയരമുള്ള സ്ഥലത്തെത്തിയാലേ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വീക്കെൻഡിൽ മാലറിയുടെ ബർത്ത്ഡേ ആഘോഷിച്ച കുന്നിന് മുകളിലുള്ള കോയി ടവറിൽ എത്തണമെന്നും അവിടെ വെച്ച് നമുക്ക് കാണാമെന്നും പറയുന്നു. മാലറി എന്താ അവരുടെ മരിച്ചുപോയ കുട്ടിയാണ്. എമ്മ അവളോട് ശ്രദ്ധിക്കാൻ പറയുന്നു. അപ്പോൾ അവൾ അമ്മയോട് നിങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ റേ ചിരിച്ചുകൊണ്ട് അത് നമുക്ക് പിന്നീട് സംസാരിക്കുമെന്ന് പറയുന്നു. എന്നിട്ട് കോൾ കട്ട് ചെയ്യുന്നു. എമ്മ അപ്പോൾ ഡാനിയലിന്റെ നമ്പറിൽ വിളിച്ച് നിങ്ങൾ എൻ്റെ മോളെ ഒറ്റയ്ക്കാക്കി പോയല്ലേ, നിങ്ങൾ മരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. ബ്ലാക്കിനോട് ബെൻ അദ്ദേഹം നമ്മളെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് ചോദിക്കുന്നു. ഹെലികോപ്റ്ററിലാണെന്ന് അവൾ പറയുന്നു. എന്നിട്ട് ഓലിയോട് അവൻ്റെ ബുക്കിൽ കോയി ടവർ നോക്കാൻ പറയുന്നു. എന്നിട്ട് ബ്ലാക്ക് ബെന്നിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്ത് പാരൻസിനെ വിളിച്ചോളാൻ പറയുന്നു. അതേസമയം ഡാനിയൽ ഒരു കെട്ടിടം വീണ് തകർന്നതിൻ്റെ അവിടെ അകപ്പെടുന്ന ഒരു ഇൻ്റർകട്ടായി കാണിക്കുന്നു. അതേസമയം ബ്ലാക്കിൻ്റെ അടുത്തേക്ക് വരുന്ന റേയും എമയും. എമ റേയോട് മാലറി മരിച്ച ശേഷം ആദ്യമായാണ് നിങ്ങൾ ആ പേര് പറയുന്നതെന്ന് പറഞ്ഞു. റേ അത് കേട്ട് ചിരിക്കുന്നു. എന്നിട്ട് എമയോട് അവരുടെ സാൻ ഫ്രാൻസിസ്കോ ട്രിപ്പിലെടുത്ത ഫോട്ടോസ് ബ്ലാക്ക് സൂക്ഷിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതെനിക്കറിയാമെന്ന് എമ അപ്പോൾ പറയുന്നു. അവർ താഴേക്ക് നോക്കുമ്പോൾ അവിടെ എല്ലാം തകർന്നിരിക്കുന്നത് കാണുന്നു. പെട്ടെന്ന് ഹെലികോപ്റ്ററിന്റെ ഗിയർ ബോക്സ് കേടാവുന്നു. എത്രയും പെട്ടെന്ന് ക്രാഷ് ലാൻഡ് ചെയ്ത മതിയാവുമെന്ന് റേ പറഞ്ഞ് ഹെലികോപ്റ്ററിനെ ക്രാഷ് ലാൻഡ് ചെയ്യിക്കുന്നു. അതൊരു തുണിക്കടയിലേക്ക് ഇടിച്ചു കയറി നിൽക്കുന്നു. വേഗം ഇറങ്ങും, ഇന്ധന ചോർച്ച തുടങ്ങിയിട്ടുണ്ടെന്ന് റേ അമ്മയോട് പറയുന്നു. അവർ വേഗം ഇറങ്ങി കടയിൽ നിന്നും 2 ജാക്കറ്റ് എടുത്ത് പുറത്തേക്ക് ഓടുന്നു. അവിടെ എവിടെയും വല്ല വണ്ടിയും കിട്ടുമെന്ന് നോക്കുന്നു. അപ്പോൾ അവിടെ ഒരു ട്രക്കിൽ സാധനങ്ങൾ കയറ്റുന്നത് കാണുന്നു. ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് സാധനങ്ങൾ കടത്തുന്ന ടീമായിരുന്നു അത്. റേ വേഗം ട്രക്കിനടുത്തെത്തി എമ്മയെ ഉള്ളിലേക്ക് കയറ്റി വണ്ടി സ്പാർക്ക് ചെയ്ത് സ്റ്റാർട്ടാക്കാൻ നോക്കുന്നു. അപ്പോൾ റേയുടെ തലയിൽ ആരോ തോക്ക് വയ്ക്കുന്നു. എമ്മ പേടിക്കുന്നു. റേ തിരിഞ്ഞ് അയാൾ ഇടിച്ചിട്ട് ട്രക്ക് സ്റ്റാർട്ടാക്കി പോകുന്നു. അടുത്ത സീൻ കാലിഫോർണിയയിലെ പ്രൊഫസറുടെ സ്ഥലം. അവിടെ അവർ ചാനലിൽ ലൈവ് പോകാൻ തയ്യാറെടുക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ആൾ ചാനൽ ഹാക്ക് ചെയ്ത് അവരുടെ ഇന്റർവ്യൂ ഓൺ എയറിലേക്ക് വിടുവാൻ തയ്യാറാക്കുന്നു. ഇന്റർവ്യൂ തുടങ്ങുന്നു. സെറീന പറഞ്ഞു തുടങ്ങുന്നു. എൻ്റെ കൂടെയുള്ളത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ എർത്ത്ക്വേക്ക് വിഭാഗത്തിൽ റിസർച്ച് ചെയ്യുന്ന പ്രൊഫസർ ലോറൻസ് ആണ്. കഴിഞ്ഞ ദിവസം നവാഡയിലുണ്ടായ ഭൂമിക്കുലുക്കം ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ പാർട്ട്ണർ കിമ്മും കൂടി പ്രവചിച്ചതാണ്. അന്ന് ഇവരെ ആരും ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ ഇവരെ കേൾക്കാനുള്ള സമയമാണ്. ശേഷം പ്രൊഫസർ പറഞ്ഞു തുടങ്ങുന്നു. ഇപ്പോൾ ഇവിടെ നടത്തുന്നതിനെ ഞങ്ങളുടെ ഭാഷയിൽ സ്വാം ഇവന്റ് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ടെക്ടോണിക് പ്ലേറ്റ് ആകെ തകിടം മറിഞ്ഞിരിക്കുന്നു. സെൻട്രൽ വാലിയിലൂടെയുള്ള ഫോൾട്ട് ലൈൻ മൂലം സാൻ ഫ്രാൻസിസ്കോയിലും ഇത് സംഭവിക്കുന്നു. എല്ലാത്തിനും ഉപരിയായി ജനങ്ങൾ അറിയേണ്ടത് ഇനിയും കുലുക്കം കഴിഞ്ഞിട്ടില്ല എന്നാണ്. സാൻ ഫ്രാൻസിസ്കോയിൽ ഇനിയും വലിയ കുലുക്കമുണ്ടാകും. അത് ഭീകരമായ ഒന്നാകും. സാൻ ഫ്രാൻസിസ്കോയിലുള്ള എല്ലാവരും ജാഗ്രത പാലിക്കണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് നിസ്സഹായനായി പറഞ്ഞുകൊണ്ട് പ്രൊഫസർ നിർത്തുന്നു. അടുത്ത സീൻ റേയും എമയും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എമ റേയോട് വളരെ സമാധാനത്തോടു കൂടി ചോദിക്കുന്നു, മാലറി മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന്. ഇല്ല എന്ന് റേ പറഞ്ഞു. എന്നാൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടെന്ന് എമ പറയുന്നു. നിനക്കിപ്പോഴും അതൊന്നും വിട്ടുകളയാൻ പറ്റിയിട്ടില്ല അല്ലേ എന്ന് പറഞ്ഞ് നമുക്കിതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാമെന്ന് റേ പറയുന്നു. എമ ഉറക്കെ സംസാരിക്കുന്നു. അവൾ മരിച്ചതിന് ശേഷം ഇങ്ങനെയൊന്നും തുറന്ന് സംസാരിക്കാൻ നിങ്ങൾ എനിക്ക് അവസരം തന്നിട്ടില്ല എന്നും ഞാനാണ് അവൾക്ക് അങ്ങനെ സംഭവിക്കാൻ കാരണമെന്നും ചോദിക്കുന്നു. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എനിക്ക് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട. അതൊരു വലിയ കാര്യമൊന്നുമല്ലല്ലോ. അവൾ പോയി, ഇപ്പോൾ നീയും പോയി. എന്തുകൊണ്ട്? റേ പറഞ്ഞു നിർത്തുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എമ വിഷമത്തോടെ പറയുന്നു.
അപ്പോൾ റോഡരികിൽ നിന്നും വയസ്സായ 2 പേർ കാർ നിർത്താൻ പറയുന്നു. പെട്ടെന്ന് റേ സഡൻ ബ്രേക്ക് ഇടുന്നു. അവരുടെ മുമ്പിൽ ഭൂമി രണ്ടായി പിളർന്നൊരു വിടവുണ്ടായിരിക്കുകയായിരുന്നു. അത് കാണുന്ന എമ ഇതെന്താണെന്ന് ചോദിക്കുന്നു. സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് എന്ന് റേ ഉത്തരം നൽകുന്നു. എമയും റേയും റോഡരികിൽ കണ്ടവരുടെ അടുത്ത് പോയി പോകാൻ വേറെ വല്ല വഴിയുമുണ്ടെന്ന് ചോദിക്കുന്നു. 70 മൈൽ പുറകോട്ട് ചെന്നാൽ ഒരു വഴിയുണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ റേ അയാൾ വെച്ചിരുന്ന തൊപ്പി ശ്രദ്ധിക്കുന്നു. അത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുന്നു. അത് ബേർജ് ഏവിയേഷൻ എന്ന കമ്പനിയുടെ തൊപ്പിയായിരുന്നു. അയാൾ അവരെ അവിടെ എത്തിക്കുന്നു. റേ തന്റെ കാർ അവർക്ക് കൊടുക്കുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന വിമാനം എടുക്കുന്നു. എമയും റേയും അതിനകത്തേക്ക് കയറുന്നു. ഇന്ധനം നിറയ്ക്കാനായി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്ന റേയോട് എന്ത് പറ്റിയെന്ന് എമ ചോദിക്കുന്നു. അപ്പോൾ റേ പറയുന്നു, നീ നേരത്തെ ചോദിച്ചില്ലേ നിന്റെ കുറ്റമാണെന്ന്. അല്ല, എൻ്റെ തെറ്റാണ്. നിന്നെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല. എനിക്കറിയില്ല മാലറിയുടെ മരണത്തോടെ എങ്ങനെ പ്രതികരിക്കണമെന്ന്. അന്ന് അവളെ റാഫ്റ്റിങ്ങിന് കൊണ്ടുപോയത് എൻ്റെ തീരുമാനമായിരുന്നു. അത് പറയുമ്പോൾ മാലറി മുങ്ങി മരിക്കുന്നത് ഫ്ലാഷ് ബാക്ക് ആയി കാണിക്കുന്നു. എമ റേയോട് സ്വയം കുറ്റപ്പെടുത്തരുതെന്ന് പറയുന്നു. റേ തുടരുന്നു, അവളുടെ നിസ്സഹായമായ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതിനുശേഷം ഞാൻ നിങ്ങളെല്ലാം മനഃപൂർവ്വം ഒഴിവാക്കി. എന്നോട് ക്ഷമിക്കൂ. അപ്പോൾ എമ റേയുടെ കവിളിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ രക്ഷിക്കാനായില്ലെങ്കിൽ മറ്റൊരാൾക്കും അത് സാധ്യമാകില്ലെന്ന്. അവളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നത് റേ പറയുമ്പോൾ ഞാനും ചെയ്യുന്നുണ്ടെന്ന് എമ പറയുന്നു. എന്നിട്ട് എമ റേയോട് ഇപ്പോൾ നമുക്ക് പോയി നമ്മുടെ മകളെ രക്ഷിക്കാമെന്ന് പറയുന്നു. റേ വിമാനം ഓൺ ചെയ്തു. അവർ ബ്ലാക്കിൻ്റെ അടുത്തേക്ക് പറക്കുന്നു. ബ്ലാക്കും ബെന്നും ഓലിയും നടന്നുകൊണ്ടിരിക്കുന്നു. കൂടെ വേറെയും കുറേ ആളുകളുണ്ട്. നമ്മൾ കോയി ടവർ എത്താറായെന്ന് ഓലി തൻ്റെ ബുക്ക് നോക്കി പറയുന്നു. അപ്പോൾ ബെൻ ബ്ലാക്കിനോട് ചോദിക്കുന്നു, നീ ഈ ഒരേപോലുള്ള 2 നെക്ലസ് ഇടാൻ കാരണം എന്താണ്? അതെൻ്റെ അനുജത്തിയുടേതാണെന്നും ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയതാണെന്നും അവൾ മരിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് ഇടാൻ തുടങ്ങിയതെന്നും അവൾ പറഞ്ഞു. ബെൻ ഇത് കേട്ട് ക്ഷമ ചോദിച്ചു. അതൊന്നും കുഴപ്പമില്ലെന്നും ഞാനിത് ഒളിപ്പിച്ചൊന്നും വെച്ചില്ലെന്നും അവൾ പറയുന്നു. ബ്ലേക്ക് അപ്പോൾ അവിടെ ഒരു തകർന്ന ഫയർ എഞ്ചിൻ കാണുന്നു. അവൾ ഓടിച്ചെന്ന് അതിന് സപ്ലൈ ബോക്സ് തുറന്നു നോക്കാൻ പറയുന്നു. അതിനുള്ളിൽ നമുക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടാകുമെന്ന് അവൾ പറയുന്നു. അവർക്ക് അതിൽ നിന്നൊരു വയർലെസ് സെറ്റും കുറച്ച് ഭക്ഷണ സാധനങ്ങളും കിട്ടുന്നു. അപ്പോൾ ബെൻ ദൂരേക്ക് നോക്കിക്കൊണ്ട് ബ്ലേക്ക് പറഞ്ഞ ടവറിന്റെ പരിസരം മുഴുവൻ തകർന്നടിഞ്ഞതായി കാണുന്നു. അത് ബ്ലേക്കിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു. അങ്ങോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പ്ലാൻ ബി സെറ്റ് ചെയ്യണമെന്ന് അവൾ പറയുന്നു. തന്റെ അച്ഛന് സിഗ്നൽ കൊടുക്കാവുന്ന അടുത്ത ഉയരം കൂടിയ സ്ഥലം ഏതാണെന്ന് ചോദിക്കുമ്പോൾ നോബ് ഹിൽ ആണെന്ന് ഓലി പറയുന്നു. ബ്ലേക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ബെൻ നിൽക്കാൻ പറയുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിന് മുകളിൽ കയറി ദൂരേക്ക് നോക്കുന്നു. ഇറങ്ങി വന്നിട്ട് ബ്ലേക്കിനോട് സംസാരിക്കുന്നു. ആ വഴി നമ്മളല്ലാതെ വേറെ ആരും പോകുന്നില്ല. ഇനി നമ്മൾ അവിടെ എത്തി ഒന്നും സാധിച്ചില്ലെങ്കിലോ? ഇതല്ലാതെ വേറൊരു വഴിയില്ലെന്നും അവളുടെ അച്ഛനെ കൊണ്ടത് സാധിക്കുമെന്നും അവളെ വിശ്വസിക്കുവാനും ബ്ലാക്ക് പറയുന്നു. ബെൻ ഒന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ഓലി ഇടപെട്ട് ഇതുവരെ അവൾ ചെയ്തെല്ലാം ശരിയായിരുന്നില്ലെന്ന് ചോദിക്കുന്നു. ശരി, നമുക്ക് പോകാമെന്ന് ബെൻ പറയുന്നു. അതേസമയം വിമാനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന എമയും റേയും അവർ താഴേക്ക് നോക്കുമ്പോൾ ജനങ്ങളെല്ലാം ഇവാക്യുവേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നു. അവർക്ക് അവരുടെ വിമാനം ലാൻഡ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. കാരണം എയർപോർട്ട് മുഴുവൻ തകർന്നിരിക്കുകയായിരുന്നു. നമ്മൾ എവിടെയാണ് ലാൻഡ് ചെയ്യുന്നത് എമ ചോദിക്കുന്നു. എന്തായാലും സിറ്റിയിൽ ഇറക്കാൻ പറ്റില്ലെന്ന് റേ പറയുന്നു. റേ അപ്പോൾ ദൂരെ ഒരു ഗ്രൗണ്ട് കാണുന്നു. എന്നിട്ട് എമയോട് നമുക്ക് പാരച്യൂട്ടിൽ താഴേക്ക് ചാടാമെന്ന് പറയുന്നു. എമ ആദ്യം സമ്മതിച്ചില്ല. അവൾ പേടിച്ചിരുന്നു. തന്നെ വിശ്വസിക്കുമെന്ന് റേ പറയുന്നു. ഒടുവിൽ എമ അതിന് സമ്മതിക്കുന്നു. അവർ വിമാനത്തിൽ നിന്നും താഴേക്ക് ചാടി ആ ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്യുന്നു. അടുത്തതായി ടിവികളിൽ വാർത്ത നോക്കിക്കൊണ്ട് നിൽക്കുന്ന പ്രൊഫസറിന്റെ കൂടെ സെറീനയുമുണ്ട്. വാർത്തയിൽ സാൻ ഫ്രാൻസിസ്കോയിൽ ഇവാക്യുവേഷൻ സ്റ്റാർട്ട് ചെയ്തതായി കാണിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളും കാണിക്കുന്നു. അപ്പോൾ പ്രൊഫസർ സെറീനയോട് നമ്മൾ ജനങ്ങൾക്ക് കൊടുത്ത മുന്നറിയിപ്പ് നന്നായി എന്ന് പറയുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടെ വീണ്ടും കുലുക്കമുണ്ടാവുന്നു. എല്ലാവരും ടേബിളിന്റെ അടിയിൽ പോയി സേഫ് ആയിരിക്കുന്നു. അപ്പോൾ പ്രൊഫസർ സെറീനയോട് ഇവിടുത്തെ കുലുക്കം ഇപ്പോൾ നിൽക്കും, പക്ഷേ സാൻ ഫ്രാൻസിസ്കോയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണെന്ന് പറയുന്നു. അതേസമയം നോബ് ഹിൽ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുന്ന ബ്ലാക്കും ബെന്നും ഓലിയും. ഓലി അവന്റെ ബുക്ക് നോക്കി നോബ് ഹിലിനെ കുറിച്ച് പറയുന്നു. നോബ് എന്ന് വെച്ചാൽ ഗ്രാമീണ ഭാഷയിൽ സമ്പന്നവും ആരോഗ്യവും നിറഞ്ഞതുമാണ്. നോബിലിറ്റി എന്ന വാക്കിന്റെ ചുരുക്കം രൂപമാണിത്. അത് പിന്നെ ഒരു തിരിഞ്ഞ് നോബ് ഹിൽ എന്നായതാണെന്ന് പറയുന്നു. അപ്പോൾ ബ്ലേക്ക് ഒരു വലിയ കെട്ടിടം നോക്കി നിൽക്കുന്നു. എന്താണതെന്ന് ബെൻ ചോദിക്കുന്നു. അത് ഡാനിയൽ നിർമ്മിക്കുന്നതാണെന്ന് അവൾ പറയുന്നു. അപ്പോൾ അവിടെ ഭൂമിക്കുലുക്കം തുടങ്ങുന്നു. അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. കെട്ടിടങ്ങളെല്ലാം തകർന്നു തുടങ്ങുന്നു. അതിനിടയിൽ വീഴുന്ന ബെന്നിന്റെ കാലിൽ ഒരു ചില്ലുകഷ്ണം തറയ്ക്കുന്നു. ബ്ലാക്കും ഓലിയും ഓടി ഒരു കാറിന്റെ പുറകിൽ ചെന്നിരിക്കുന്നു. ഓലി പേടിച്ച് കരയുന്നു. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ബ്ലാക്ക് അവനെ സമാധാനിപ്പിക്കുന്നു. സാൻ ഫ്രാൻസിസ്കോയിൽ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാകുന്നു. ഭൂമി രണ്ടായി പിളരുന്നു. വലിയ വലിയ കെട്ടിട സമുച്ചയങ്ങൾ നിലംപതിക്കുന്നു. അവിടുത്തെ പ്രസിദ്ധമായ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് പോലും തകർന്നടിയുന്നു. അപ്പോൾ അവിടേക്ക് റേയും എമയും എത്തുന്നു. ആളുകളെല്ലാം ജീവനും കൊണ്ട് ഓടുന്നത് റേ കാണുന്നു. റേ എമയോട് എനിക്ക് അവരെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവളോട് സ്റ്റേഡിയത്തിന്റെ അടുത്തേക്ക് പോകാൻ പറയുന്നു. റേ അവിടെയുള്ള ആളുകളോടെല്ലാം സ്റ്റേഡിയത്തിന്റെ അടുത്തേക്ക് പോകാൻ പറയുന്നു. റേ എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ കാലിൽ പരിക്കുമായി കിടക്കുന്ന ഒരു സ്ത്രീയെ കാണുന്നു. റേ അവരെയും പൊക്കിയെടുത്തുകൊണ്ട് ഓടുന്നു. എന്നിട്ട് എമയും മറ്റാളുകളും ഉള്ളിടത്തേക്ക് എത്തുന്നു. അപ്പോൾ അവർ നിൽക്കുന്ന കെട്ടിടത്തിന്റെ മുകൾ വശം തകരാൻ തുടങ്ങുന്നു. എല്ലാവരോടും കുനിഞ്ഞിരിക്കാൻ റേ പറയുന്നു. അത് അവിടെ വീഴുന്നു. അവിടെ ആകം പൊടിപടലമാകുന്നു. അത് മാറിക്കഴിഞ്ഞപ്പോൾ റേ എല്ലാവരുടെ അടുത്തും സേഫ് അല്ലെന്ന് ചോദിക്കുന്നു. അതെന്ന് എല്ലാവരും പറയുന്നു. എല്ലാവരും സേഫ് ആകുന്നു. എമയും റേയും അവിടെ നിന്ന് നടക്കുന്നു. എന്നാൽ അവർക്ക് മുന്നിലുള്ള വഴികളെല്ലാം ആകെ തകർന്നു കിടക്കുകയായിരുന്നു. അത് കാണുന്ന എമ വിഷമിച്ച് നിൽക്കുന്നു. അപ്പോൾ റേ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് എമയെ ആശ്വസിപ്പിക്കുന്നു. നമുക്കങ്ങനെ സമാധാനിക്കാൻ കഴിയുമോ എന്ന് എമ തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ റേ അവിടെയുള്ള ഒരു സ്പീഡ് ബോട്ട് കാണുന്നു. റേ അമ്മയോട് നമ്മൾ അങ്ങനെ സമാധാനിക്കുന്നില്ല, നമ്മൾ അങ്ങോട്ട് പോകുമെന്ന് പറയുന്നു. ബ്ലാക്കും മോലിയും കൂടി ബെന്നിനെ പൊക്കിക്കൊണ്ട് ഒരിടത്ത് ചെന്നിരിക്കുന്നു. എന്നിട്ട് ബെന്നിന്റെ കാലിൽ തറച്ചിരിക്കുന്ന ചില്ല് കഷ്ണം എടുക്കാൻ ശ്രമിക്കുന്നു. അതിനായി അവൾ ഷർട്ട് ഊരി ബെന്നിന്റെ കാലിൽ കെട്ടുന്നു. കുറച്ച് വേദന ഉണ്ടാകും, നീ തയ്യാറല്ലെന്ന് ബെന്നിനോട് ചോദിക്കുന്നു. ബെൻ റെഡിയാവുന്നു. ബ്ലേക്ക് ചില്ല് കഷ്ണം വലിച്ചെടുക്കുന്നു. ബെൻ വേദന സഹിച്ചിരിക്കുന്നു. അതിനുശേഷം അവർ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നു. പിന്നെ പ്രൊഫസറിനെ കാണിക്കുന്നു.
അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഇപ്പോൾ ഉണ്ടായത് എത്ര രേഖപ്പെടുത്തിയെന്ന് ചോദിച്ചപ്പോൾ 9.6 എന്നും ഇതുവരെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയ ഭൂമികുലുക്കമാണെന്നും പറയുന്നു. പ്രൊഫസർ ആകെ വിഷമിക്കുന്നു. അടുത്ത സീനിൽ ബോട്ടിൽ വരുന്ന എമയും റേയും അവർ കോയ് ടവറിന്റെ അടുത്ത് എത്തുന്നു. പക്ഷേ അതാകെ തകർന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ റേ എന്താകാം ബ്ലാക്കിന്റെ പ്ലാൻ ബി എന്ന് ചോദിക്കുന്നു. റേ ചുറ്റും നോക്കുന്നു. അപ്പോൾ കടലിലെ ചില അസ്വാഭാവിക മാറ്റങ്ങൾ അവർ കാണുന്നു. അയാൾ പരിഭ്രാന്തിയോടെ ബോട്ട് എടുക്കുന്നു. എന്ത് പറ്റിയെന്ന് എമ ചോദിക്കുന്നു. ഒരു സുനാമി വരുന്നതിന്റെ ലക്ഷ്യമുണ്ടെന്ന് പറയുന്നു. അതേസമയം ബ്ലാക്കും കൂട്ടുകാരും സുനാമി വാണിംഗ് അലാറം കേൾക്കുന്നു. അപ്പോൾ ബ്ലാക്ക് അവരോട് അവിടെയുള്ള ഡാനിയലിന്റെ പുതിയ ബിൽഡിങ്ങിലേക്ക് പോകാമെന്ന് പറയുന്നു. റേയും എമയും ബോട്ടിൽ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ മുമ്പിലായി സുനാമി വരുന്നവർ കാണുന്നു. അപ്പോൾ റേ അമ്മയോട് മുറുക്കെ പിടിച്ചിരിക്കാൻ പറയുന്നു. അത് ഉയരുന്നതിന് മുമ്പ് നമുക്കതിനെ മറികടക്കണമെന്ന് പറയുന്നു. റേ ബോട്ട് സ്പീഡിൽ ഓടിക്കുന്നു. അവർ ഏകദേശം അടുത്തെത്താറായപ്പോൾ ഒരു കപ്പൽ സുനാമിയിൽപ്പെട്ട് അവരുടെ നേരെ വരുന്നത് കാണുന്നു. റേ ബോട്ട് വെട്ടിക്കുന്നു. എന്നാൽ കപ്പലിന്റെ അടിയിലെ ഫാൻ കൊണ്ട് അവരുടെ ബോട്ടിന്റെ റൂഫ് തകരുന്നു. അപ്പോഴേക്കും കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ ഒന്നൊന്നായി വീണു തുടങ്ങിയിരുന്നു. റേ അവയ്ക്കിടയിലൂടെ സാഹസികമായി ബോട്ട് ഓടിച്ചു. അവർ അതിനെ മുറിച്ചു കടന്നു. എന്നിട്ട് പുറകിലേക്ക് നോക്കി. അപ്പോൾ ആ കപ്പൽ തലകീഴായി മറയുന്നതാണ് കാണുന്നത്. സുനാമി അടിച്ച കപ്പൽ പാലത്തിന് മുകളിലേക്ക് വീഴുന്നു. ആ പാലത്തിലുണ്ടായിരുന്ന ഡാനിയലിന്റെ മുകളിലൂടെ ഒരു കണ്ടെയ്നർ വന്ന് വീണ് അയാൾ മരിക്കുന്നു. അവിടെ ആകം സുനാമി ആഞ്ഞടിക്കുന്നു. അതിൽപ്പെട്ട് കെട്ടിടങ്ങൾ തകരുകയും ആളുകൾ മരിക്കുകയും ചെയ്യുന്നു. വലിയ കപ്പലുകൾ പോലും മറിഞ്ഞൊഴുകുന്നു. സുനാമി മെല്ലെ സാൻ ഫ്രാൻസിസ്കോ നഗരത്തെ വിഴുങ്ങി തുടങ്ങുന്നു. ബ്ലേക്കും ബെന്നും മോലിയും ഡാനിയലിന്റെ കെട്ടിടത്തിലെത്തി മുകളിലേക്ക് കയറുന്നു. അവർ ഉള്ളിലേക്ക് കയറുന്നു. അപ്പോഴേക്കും ദൂരെ നിന്ന് സുനാമി വരുന്നത് ബ്ലേക്ക് കാണുന്നു. അവൾ എല്ലാവരോടും അവിടെയുള്ള തൂണുകൾ മുറുക്കി പിടിക്കാൻ പറയുന്നു. അവർ സുനാമിയിൽ മുങ്ങിത്താഴുന്നു. ഒരുവിധം അവർ ഒരു ഫർണിച്ചർ കഷ്ണത്തിൽ പിടിച്ച് രക്ഷപ്പെട്ടു. എന്നാൽ അവിടെ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും മുകളിലേക്ക് പോകണമെന്ന് ബെൻ പറയുന്നു. അവർ മുകളിലേക്കുള്ള വഴി കണ്ടുപിടിക്കുന്നു. അതേസമയം ബോട്ടിൽ വരുന്ന എമയും റേയും കെട്ടിടങ്ങളെല്ലാം തകർന്നു കിടക്കുന്നത് കാണുന്നു. അതുകണ്ട് എമ വിഷമത്തോടെ അവൾ എവിടെ ഉണ്ടാകുമെന്ന് ചോദിക്കുന്നു. അവളെ നമ്മൾ കണ്ടുപിടിക്കും, അവൾ മിടുക്കിയാണ്, ഇതെല്ലാം അവൾക്ക് നേരിടാൻ കഴിയുമെന്ന് പറഞ്ഞ് റേ അവളെ സമാധാനിപ്പിക്കുന്നു. ബ്ലാക്കും കൂട്ടുകാരും മുകളിലെത്തുന്നു. ബ്ലാക്ക് ഓലിയോട് വല്ല ബാൻഡേജും കൂടെ നല്ല വെള്ളവും കിട്ടുമെന്ന് നോക്കാൻ പറയുന്നു. എന്നിട്ട് ബെന്നിൻ്റെ കാലിലെ കെട്ടടിക്കുന്നു. എന്നിട്ട് മുറിവ് എങ്ങനെയുണ്ടെന്ന് നോക്കുന്നു. അപ്പോൾ ബെൻ ബ്ലാക്കിനെ നോക്കിയിരിക്കുന്നു. എന്താണ് ഇങ്ങനെ നോക്കുന്നതെന്ന് ബ്ലാക്ക് ചോദിക്കുന്നു. ബെൻ അവളോട് നിന്റെ പെരുമാറ്റം എന്നെ അമ്പരിപ്പിക്കുന്നുവെന്ന് പറയുന്നു. എന്നിട്ട് അവളെ ചുണ്ടുകളിൽ ചുംബിക്കുന്നു. അത് കാണുന്ന ഓലി ബെന്നിനോട് ഇവളെ നമ്മളുടെ അമ്മയ്ക്ക് തീർച്ചയായും ഇഷ്ടമാകുമെന്ന് പറയുന്നു. എന്നിട്ട് അവൻ കൊണ്ടുവന്ന ടവലുകൾ അവർക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ പോയി കുറച്ച് വെള്ളം കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറയുന്നു. അപ്പോഴേക്കും റേയും എമയും തകർന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെ ബ്ലാക്കിനെ തിരയുകയായിരുന്നു. വെള്ളക്കുപ്പികൾ എടുത്തുകൊണ്ടിരുന്ന ഓലി അപ്പോൾ പുറത്ത് ബോട്ടിൽ ആരോ വരുന്നത് കാണുന്നു. അത് ബ്ലാക്കിനെ വിളിച്ച് പറയുന്നു. അവൾ വന്ന് നോക്കിയപ്പോൾ അത് റേയും എമയുമായിരുന്നു. അവൾ അത് തന്റെ പേരൻസ് ആണെന്ന് പറയുന്നു. എന്നാൽ അവർ ഇവരെ കാണാതെ തിരിച്ചു പോകുന്നു. ബ്ലാക്കും ഓലിയും ഗ്ലാസിൽ തട്ടി അവരെ വിളിച്ചെങ്കിലും അവർ കേട്ടില്ല. അപ്പോൾ ബ്ലാക്കിന് ഒരു ഐഡിയ കിട്ടുന്നു. ഓലി ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് എടുത്ത ലേസർ എടുത്ത് അടിക്കുന്നു. അത് എമയും റേയും കാണുന്നു. അവർ തിരിഞ്ഞു നോക്കുന്നു. അത് ബ്ലാക്ക് ആണെന്ന് എമ സന്തോഷത്തോടെ പറയുന്നു. അവർ ബ്ലാക്കിനെ കണ്ടെത്തിയതിൽ സന്തോഷിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് സുനാമി അടിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന കെട്ടിടം തകരുന്നു. അവർ വെള്ളത്തിൽ മുങ്ങുന്നു. അവർ നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ബെൻ വേഗം ഓലിയെ രക്ഷിച്ചൊരിടത്താക്കുന്നു. എന്നിട്ട് ബ്ലാക്കിനെ രക്ഷിക്കാൻ പോകുന്നു. അപ്പോഴേക്കും അവിടെയാകെ വെള്ളം നിറഞ്ഞ് വഴി തടസ്സപ്പെടുന്നു. ബെന്നിനാകെ ദേഷ്യവും സങ്കടവും വരുന്നു. അപ്പോഴേക്കും വെള്ളം ഉയർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ബെൻ വേഗം ഓലിയെയും കൊണ്ട് മുകളിലേക്ക് നടന്നു. അവിടേക്ക് വന്ന റേയും എമയും എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്നു. അപ്പോൾ റേ എമയുടെ അടുത്ത് ബോട്ട് പിടിക്കാൻ പറയുന്നു. എന്നിട്ട് ബ്ലാക്കിനെ രക്ഷിക്കാൻ പോകുന്നു. അപ്പോൾ എമ ആശങ്ക പ്രകടിപ്പിക്കുന്നു. റേ എമയുടെ അടുത്ത് വന്ന് അവളെ ഉമ്മ വെച്ചുകൊണ്ട് താൻ അവളെ രക്ഷിക്കുമെന്ന് ഉറപ്പ് തരുന്നുവെന്ന് പറയുന്നു. എന്നിട്ട് റേ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു. എന്നിട്ട് ബ്ലാക്കിനെ തിരഞ്ഞു പോകുന്നു. ബ്ലാക്ക് ഒരു ക്യാബിൻ്റെ ഉള്ളിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. അവിടെ എത്തുന്ന റേ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും സാധിക്കുന്നില്ല. അവൾ റേയോട് തനിക്ക് പേടിയാവുന്നുവെന്നും വേഗം രക്ഷിക്കുമെന്നും പറയുന്നു. അതേസമയം ബെന്നും ഓലിയും 15ാമത്തെ നിലയിലെത്തുന്നു. ബെൻ ഓലിയോട് ഞാൻ ബ്ലാക്കിനെ രക്ഷിച്ച് വരുന്നതുവരെ നീ ഇവിടെ ഇരിക്കണമെന്നും പറഞ്ഞ് ബ്ലാക്കിനെ രക്ഷിക്കാനായി പോകുമ്പോൾ വീണ്ടും കുലുക്കമുണ്ടായി കെട്ടിടം തകരാൻ തുടങ്ങുന്നു. അവർ ഉണ്ടായിരുന്ന ഫ്ലോറിലേക്ക് വെള്ളം കയറി തുടങ്ങുന്നു. ബെൻ വേഗം ഓലിയെ എടുത്ത് പുറത്ത് കയറ്റുന്നു. ബ്ലാക്ക് മരിക്കുമെന്ന് ഓലി ചോദിക്കുന്നു. ബ്ലാക്കിനെ രക്ഷിക്കാൻ റേക്ക് കഴിയുന്നില്ല. കാരണം ആ ക്യാബിന്റെ ഡോർ ലോക്ക്ഡ് ആയിരുന്നു. ബ്ലാക്ക് അപ്പോൾ മുങ്ങി താഴ്ന്ന് അവളുടെ ബോധം പോകുന്നു. ഇത് കാണുന്ന റേ സർവ്വശക്തിയും എടുത്ത് ഡോർ പൊളിക്കുന്നു. എന്നിട്ട് ബ്ലാക്കിനെടുത്ത് വെള്ളത്തിന് മുകളിലെത്തുന്നു. എന്നിട്ട് ബെന്നും ഓലിയും ഉള്ളിടത്തേക്ക് അവളെയും കൊണ്ടെത്തുന്നു. ബെൻ സഹായിക്കുന്നു. റേ അവൾക്ക് CPR കൊടുക്കുന്നു. അപ്പോൾ വീണ്ടും കുലുക്കമുണ്ടാകുന്നു. റേ അവരോട് നമുക്ക് വേഗം പുറത്ത് കടക്കണമെന്നും വേഗം ജനാലയുടെ ഗ്ലാസ് പൊട്ടിക്കാനും പറയുന്നു. ബെൻ ഒരു പൈപ്പ് കഷ്ണം എടുത്ത് ഗ്ലാസ് പൊട്ടിക്കാൻ നോക്കുന്നു. അത് എമ കാണുന്നു. ബ്ലാക്കിനെയും കാണുന്നു. എന്നിട്ട് ബോട്ട് എടുത്ത് ഗ്ലാസ് തകർത്തുള്ളിൽ കയറുന്നു. എന്നിട്ട് എല്ലാവരോടും വേഗം ബോട്ടിൽ കയറാൻ പറയുന്നു. റേ ബ്ലാക്കിന് എമയുടെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് ബോട്ടിൽ കയറുന്നു. അപ്പോഴേക്കും അവിടെ മക തകർന്നു തുടങ്ങിയിരുന്നു. റേ എമയോട് ബോട്ട് എടുക്കാൻ പറയുന്നു. ബ്ലാക്കിന് CPR കൊടുക്കുന്നത് തുടരുന്നു. അവർ തകരുന്ന കെട്ടിടത്തിനിടയിലൂടെ കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. റേ അപ്പോഴും ബ്ലാക്കിന് CPR കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് ഒരു അനക്കവുമില്ലായിരുന്നു. റേ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. റേക്ക് ആകെ സങ്കടം വരുന്നു. കാരണം ബ്ലാക്കിന് ഒരു തരത്തിലുള്ള ചലനവുമില്ലായിരുന്നു.
ബെന്നും മോലിയും കൂടി സങ്കടത്തിലായിരുന്നു. റേ ഒന്ന് നിർത്തി. അപ്പോൾ എമ നിസ്സഹായയായി അവളെ നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു. റേ, എനിക്ക് നിന്നെ കൂടി നഷ്ടപ്പെടുത്താൻ വയ്യെന്ന് പറഞ്ഞ് വീണ്ടും CPR കൊടുത്തു. പെട്ടെന്ന് അവൾക്ക് ബോധം വരുന്നു. എല്ലാവരുടെയും കണ്ണിൽ നിന്നും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കണ്ണീർ വരുന്നു. അവർ എല്ലാവരും ആശ്വസിക്കുന്നു. എല്ലാം അവസാനിച്ചിരിക്കുന്നു. പ്രൊഫസറും കൂട്ടരും എല്ലാം TV വാർത്തകളിൽ കണ്ട് ആശ്വസിക്കുന്നു. അപ്പോൾ സെറീന പ്രൊഫസറോട് നിങ്ങൾ ചെയ്തെല്ലാം നന്നായി എന്ന് പറയുന്നു. ഞാൻ മാത്രമല്ല, നമ്മൾ എല്ലാവരും കൂടിയാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഫസർ നന്ദി പറയുന്നു. സാൻ ഫ്രാൻസിസ്കോയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ചിലരൊക്കെ അവർക്ക് വേണ്ടപ്പെട്ടവരെ ക്യാമ്പുകളിൽ തിരയുന്നു. ചിലർ നോട്ടീസ് ബോർഡ് നോക്കുന്നു. ചികിത്സകൾ തേടുന്നു. ബെൻ ചികിത്സ നേടിയ ശേഷം ബ്ലാക്കിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ബ്ലാക്കിന് അവളുടെ നെക്ലസ് എടുത്ത് കൊടുത്തുകൊണ്ട് ഇത് ബോട്ടിൽ നിന്നും കിട്ടിയതാണെന്ന് പറയുന്നു. അവൾ സന്തോഷത്തോടെ ബെന്നിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവിടെ തോളിൽ തലവെക്കുന്നു. റേയും എമയും ചിരിച്ചുകൊണ്ട് ബെന്നിനോടും ഓലിയോടും ബ്ലാക്കിനെ രക്ഷിച്ചതിന് നന്ദി പറയുന്നു. അപ്പോൾ ബെൻ തിരിച്ചു പറയുന്നു, ശരിക്കും ബ്ലാക്ക് ഞങ്ങളെ രക്ഷിക്കുകയായിരുന്നു എന്ന്. എമ ഒരു ദീർഘനിശ്വാസം ഇട്ട് ഇതെല്ലാം അവിശ്വസനീയമാണ് ദൂരേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു. അപ്പോൾ തകർന്നു കിടക്കുന്ന സാൻ ഫ്രാൻസിസ്കോയുടെ ഒരു ദൃശ്യം കാണിക്കുന്നു. എമ റേയോട് ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ റേ തൊട്ടു മുമ്പിൽ തകർന്നു കിടക്കുന്ന ഗോൾഡൻ ബ്രിഡ്ജ് ഗേറ്റിൽ അമേരിക്കയുടെ കൊടി താഴ്ന്നു പറക്കുന്നത് കാണുന്നു. അപ്പോൾ റേ പറയുന്നു, നമ്മൾ വീണ്ടും പണിതുയർത്തുമെന്ന്. ശേഷം ടോപ്പ് ആംഗിളിൽ ക്യാമറ വിഡ്രോ ചെയ്യുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു. സർവൈവർ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കാണാവുന്ന ഒരു പടം തന്നെയാണ് സാൻ ആൻഡ്രിയാസ്. കാൾട്ടൺ കോസ് എഴുതി ബ്രാഡ് പേറ്റൺ സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമയിൽ റേയായി അഭിനയിക്കുന്നത് റോക്കാണ്. അദ്ദേഹത്തിന്റെ പവർ പടത്തിലുടനീളം നമുക്ക് കാണാം. റോക്ക് ഉള്ളപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളത് ഉറപ്പാണ്. കൂടെ ബ്ലാക്കായി അഭിനയിക്കാൻ ഭംഗിയേറിയ വെള്ളാരം കണ്ണിനുടമയായ അലക്സാൻഡ്ര ഡഡാറിയോയും. ടെക്നിക്കലി വളരെയധികം മികച്ചത് കൂടിയാണ് ഈ സിനിമ. സോ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു സിനിമയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.